സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠ്യപുസ്തകത്തിൽ പണ്ട് കാലങ്ങളിൽ അള്ളാഹുവിനെ സംബന്ധിച്ച് പറഞ്ഞ സ്ഥലങ്ങളിൽ എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ എന്നുണ്ടായിരുന്നു. ഇന്ന് എല്ലാം എന്നത് എടുത്തുമാറ്റി വെറും കാണുന്നവൻ, വെറും കേൾക്കുന്നവൻ, വെറും അറിയുന്നവൻ എന്നാക്കി മാറ്റി. എന്തിനാണ് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പാഠപദ്ധതിയിൽ എല്ലാം എന്നൊഴിവാക്കിയത്? എന്തിനാണ്? അദ്ദേഹത്തിന്റെ ന്യായം പണ്ട് കാലത്ത് എല്ലാം അറിയുന്നവൻ അള്ളാഹുവായിരുന്നു. എന്നാൽ സമസ്തയുടെ ഇപ്പോഴത്തെ വിശ്വാസം കുറച്ചൊക്കെ അള്ളാഹ്ക്കറിയും, ബാക്കിയൊക്കെ ഔലിയാക്കന്മാരാണ് അറിയുന്നത്, കുറച്ചൊക്കെ അള്ളാഹ്ക്കറിയും, ബാക്കിയൊക്കെ അമ്പിയാക്കന്മാർക്കാണ് അറിയുന്നത് എന്ന വിശ്വാസം സമസ്തക്കാർക്കുള്ളത് കൊണ്ടാണ് എല്ലാം എന്ന പ്രയോഗം വെട്ടിമാറ്റിയത് എന്ന ഗുരുതരമായ ഒരു ആരോപണം ഹുസൈൻ സലഫി ഈ വേങ്ങരയിൽ 2 ആഴ്ച മുമ്പ് അദ്ദേഹം ഒരു പ്രസംഗം നടത്തി. ആ പ്രസംഗത്തിന്റെ പ്രധാനപ്പെട്ട ഭാഗം നിങ്ങളൊന്ന് കേൾക്കി, എന്നിട്ട് ബാക്കി അതിന് സൗകര്യം പോലെ ഞാൻ പറയാം. പാഠപുസ്തകങ്ങളിൽ വരെ പണ്ടൊക്കെ പഠിപ്പിച്ചിരുന്നത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണം. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പണ്ട് കാലത്ത് കുട്ടികൾക്ക് അള്ളാന്റെ ഗുണങ്ങൾ, സിഫാത്തുകൾ പഠിപ്പിച്ചു കൊടുക്കുമ്പോ അവിടെയൊക്കെ സർവജ്ഞൻ, എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം അറിയുന്നവൻ എന്നിങ്ങനെ വേറെ വേറെ തന്നെ അവരുടെ ദീനിയാത്തിലൊക്കെ പണ്ട് കാലത്ത് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പണ്ട് കാലത്ത് പഠിപ്പിച്ചെന്നല്ല, ഇപ്പോഴും പഠിപ്പിക്കുന്നുണ്ട്. അതിന് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം എടുത്തു നോക്കണ്ടേ? ഇനി ഷാർജയിലാണെങ്കിലും അവനാന്റെ നാട്ടിലാണെങ്കിലും പരിസരത്ത് ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം ഉണ്ടെങ്കിൽ 2ാം ക്ലാസ്സിലെ പുസ്തകം ഒന്ന് എടുത്തു നോക്ക്. ഒഴിവുണ്ടെങ്കിൽ ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസയിൽ 1, 2, 3 പോയിരിക്ക്. എന്താണ് ആ പുസ്തകത്തിൽ പഠിപ്പിക്കണമെന്നറിയാം? ഇത് നത്തോലിന്റെ കണ്ണുപോലെ ഒരു ഭാഗത്തേക്ക് മാത്രമാണെങ്കിൽ സത്യം മനസ്സിലാക്കാൻ കഴിയില്ല. മുമ്പിലിരിക്കുന്ന ആളുകളെ വിഡ്ഢികളാക്കാൻ വേണ്ടി അവരൊരു പ്രത്യേകമായ അവസ്ഥയിലാക്കിയിട്ട് അവരെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. ബാക്കി എന്നാലോ ഇപ്പൊ പഠിപ്പിക്കുന്ന പുസ്തകങ്ങളിൽ സർവജ്ഞൻ എന്ന് കാണൂല. കാണുന്നുണ്ട്, നിങ്ങൾ കാണാത്തോണ്ടാണ്. ഇപ്പം പഠിപ്പിക്കുന്ന പുസ്തകത്തിലും സർവജ്ഞനുണ്ട്, എല്ലാം കാണുന്നവനുണ്ട്, എല്ലാം കേൾക്കുന്നവനുണ്ട്. വേങ്ങരയിൽ വെച്ച് ഈ കളവ് പറഞ്ഞു പോയാൽ രക്ഷപ്പെടുന്നു കരുതി നിങ്ങള് എന്താ നിങ്ങൾ മനസ്സിലാക്കിയത്? അതാ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. നിങ്ങൾക്ക് നിങ്ങൾ ആശയം പറയാം. നിങ്ങൾ വലുതാകാൻ വേണ്ടി ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിനെ കൊച്ചാക്കാൻ പാടില്ല. എല്ലാം കാണുന്നവൻ എന്ന് കാണൂല, അതും കാണുന്നുണ്ട്. എല്ലാം കേൾക്കുന്നവന്റെ അള്ളാഹിനെ കുറിച്ച് പറയുന്നില്ല, അതും പറയുന്നുണ്ട്. സംഗതി ഇതൊന്നും കേൾക്കാത്തോണ്ടും കാണാത്തോണ്ടും അതൊക്കെ ബുക്കിൽ ഇന്നുണ്ട്. മറിച്ച് അവിടെയൊക്കെ എന്താണ്? കൗനുഹു ഖാദിറ, കഴിവുള്ളവനാവൽ, കൗനുഹു ആലിമ, അറിവുള്ളവനാകൽ, കൗനുഹു സമീഅ, കേൾവിയുള്ളവനാകൽ, കൗനുഹു ബസീറ, കാഴ്ചയുള്ളവനാകൽ. പണ്ട് പഠിപ്പിച്ചതോ എല്ലാം കാണുന്നവനാകൽ, എല്ലാം കേൾക്കുന്നവനാകൽ. എന്തേ നിങ്ങൾക്ക് ഈ തിരുമറി നടത്താൻ നിമിത്തമായ ഒരു തിരുമറി ഞങ്ങൾ നടത്തിയിട്ടില്ല. ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല. ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡ് പഠിപ്പിക്കുന്ന ആശയം അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ആശയമാണ്. അത് നിങ്ങൾക്കൊക്കെ അന്തം വെക്കുന്നതിന് മുമ്പ് ഈ മഹിതമായ ആദർശവും ആശയവും കേരളത്തിന്റെ മണ്ണിൽ, സുന്നത്ത് ജമാഅത്തിന്റെ മണ്ണിൽ മുൻഗാമികളായ മഹത്തുക്കളായ ആളുകൾ പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. മോനെ 2ാം ക്ലാസ്സിലെ ദീനിയാത്ത് വരട്ടെ. 2ാം ക്ലാസ്സിലെ ദീനിയാത്ത് വേഗം സമയമില്ല, വളരെ ചുരുങ്ങിയ സമയമാണുള്ളത്. 2ാം തരത്തിലെ ദീനിയാത്തിനെ ചട്ടേന കാണുന്നത്. ഇനി ആ പാഠം വരട്ടെ. അടുത്തത് 2ാം ക്ലാസ്സിലെ ദീനിയാത്തിലെ 2ാമത്തെ പാഠം, 3ാമത്തെ പാഠം അല്ലാ എന്നൊരു പാഠമുണ്ട്. ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന 2ാം ക്ലാസ്സിലെ ദീനിയാത്തിലെ അല്ലാ എന്നുള്ള പാഠം, അതിലെ താഴെ അണ്ടർലൈൻ ചെയ്ത് നോക്കി നിങ്ങൾ. അതിൽ എല്ലാം എല്ലാം എന്ന വാക്ക് തന്നെയുണ്ട്. എല്ലാം പടച്ചതവനാണ്, എല്ലാം കേൾക്കുന്നവനും കാണുന്നവനും അറിയുന്നവനും അവനാണ്, എല്ലാ കഴിവുകളും നൽകുന്നതവനാണ്, എല്ലാ ജീവികൾക്കും ആഹാരം നൽകുന്നതവനാണ് എന്ന് 2ാം ക്ലാസ്സിലെ ദീനിയാത്തിൽ ഇന്നും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ സദസ്സിലുള്ളവരോട് പറഞ്ഞു, ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ ബുക്കിൽ എല്ലാം എന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. പണ്ടൊക്കെ അള്ളാഹ്ക്ക് എല്ലാ കഴിവുണ്ടായിരുന്നു, ഇന്ന് അള്ളാഹ്ക്ക് എല്ലാ കഴിവില്ല എന്ന പച്ചക്കളവ്. ഇനി വരട്ടെ, 3ാം ക്ലാസ്സിലെ പുസ്തകം വരട്ടെ. വേഗം 3ാം ക്ലാസ്സിലെ പുസ്തകം നോക്കി നിങ്ങൾ. ആ 3ാം ക്ലാസ്സിലെ പുസ്തകത്തിലും ഇന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകത്തിൽ അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ എന്താണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? 2ലെ പാഠം വരട്ടെ. 3ാം ക്ലാസ്സിലെ ബുക്കിൽ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എന്താണ് അതിലുള്ളത്? താഴെ നോക്കി നിങ്ങൾ.
ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്ക് അർഹനില്ല, അവൻ സർവശക്തനാണ്, അവൻ എല്ലാം അറിയുന്നവനാണ്, കാണുന്നവനും കേൾക്കുന്നവനുമാണ്, അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞിട്ട് നോക്കൂ നിങ്ങൾ. അവന് ആരാധ്യനില്ല, അവസാനമില്ല, ആദ്യമില്ല, അവനെന്നൊന്നും ജീവിക്കുന്നവനും എല്ലാം നിയന്ത്രിച്ചു പോറ്റുന്നവനുമാണ്, അവനാണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവനും, പൂർണ്ണതയുടെ എല്ലാ ഗുണങ്ങളും അവനുണ്ട്. ഒരു പാടത്ത് തന്നെ തസ്ബീഹ് മാലമേൽ എണ്ണാൻ മാത്രമുണ്ട് എല്ലാം. എന്നിട്ട് ഇവരെ വന്നിട്ട് പച്ച കളവ് പറയാ, എല്ലാ എന്നുള്ള പ്രയോഗങ്ങളൊക്കെ എടുത്തു മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് മഹാനായ വേങ്ങര കോയപ്പാപ്പ് ഉൾപ്പെടെയുള്ള ഔലിയാക്കന്മാരെ ഭ്രാന്തന്മാരായി ചിത്രീകരിച്ച് അവർക്കും ഇങ്ങനെ ഒരുപാട് കഴിവുകളുണ്ട്, കുറച്ച് അള്ളാഹ്ക്കാണ് കഴിവുകളുള്ളത്, ബാക്കിയൊക്കെ ഔലിയാക്കന്മാർക്കാണ് എന്ന കള്ളവാദം ഇവിടെ വന്ന് പറഞ്ഞു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് ഉള്ളത് മാത്രം പറഞ്ഞാൽ മതി. ഹുസൈൻ സലഫിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ അതിന്റെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നില്ല. അവസരത്തിനൊത്ത് വാദിക്കുന്ന, അവസരത്തിനൊത്ത് പ്രസംഗിക്കുന്ന ആള് ഹുസൈൻ സലഫി. സൗദിയിൽ ചെന്നാൽ തൊപ്പിയുണ്ടാവും, മുണ്ടുണ്ടാവും. ദുബായിൽ ചെന്നാൽ മുണ്ടൊഴിവാകും, തൊപ്പിയുണ്ടാകും. നാട്ടിൽ വന്നാൽ ഒന്നും ഉണ്ടാകൂല. പ്രസംഗങ്ങളിലും അങ്ങനെ തന്നെയാണ്, സൗകര്യത്തിനനുസരിച്ച് പ്രസംഗിക്കും. ഇവിടെ വന്ന് സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെയും ആദർശങ്ങളെയും നിശിതമായി വിമർശിച്ചിട്ടുണ്ട്. നമ്മൾ പണ്ട് കാലം മുതൽ നടത്തി പോരുന്ന മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തവസ്സുൽ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ നബി തങ്ങളുടെ റെക്കമെന്റ് നാളെ മഹ്ശറയിൽ നമ്മൾക്ക് കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, ശഫാഅത്ത് കിട്ടുമെന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പണ്ട് കാലം മുതലേ നമ്മളത് പറഞ്ഞു പോരുന്നുണ്ട്. അന്നൊക്കെ നമ്മൾ ആ വിഷയത്തിൽ പരിഹസിച്ചിരുന്നവർ ഈ ഇതേ ഹുസൈൻ സലഫി പറയാണ്, നാളെ മഹ്ശറയിൽ നബി തങ്ങൾ നമ്മളെ ശഫാഅത്ത് ചെയ്യും. തിരുത്തി പറയേണ്ടി വന്നത് ഇങ്ങനെയുള്ള ആദർശ പ്രസംഗത്തിന്റെ നേട്ടമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. സമയ ചുരുക്കം കൊണ്ട് വേഗത്തിൽ പറഞ്ഞു പോകുന്നു. സലഫി വരട്ടെ, അദ്ദേഹം പറയട്ടെ, ബാക്കി നമുക്ക് പറയാം. അള്ളാന്റെ റസൂല് നാളെ പരലോകത്ത് റെക്കമെൻഡ് ചെയ്യും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞങ്ങൾക്ക് പണ്ടേ സംശയമില്ല, ഞങ്ങൾക്ക് ഇപ്പോഴല്ലേ സംശയമില്ലായ്മ വന്നത്? റസൂലുള്ളാഹി തങ്ങൾ നാളെ ശഫാഅത്ത് ചെയ്യുന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. ഇത് ഞങ്ങൾ പറഞ്ഞപ്പോ നിങ്ങൾ ഞങ്ങളെ കുതിരാക്കി. ഒരാളും റെക്കമെൻഡ് ചെയ്യൂല, ഒരാൾ ശഫാഅത്ത് ചെയ്യൂല. സൂറത്തുൻ നജ്മിലെ 39-ാമത്തെ ആയത്ത് വലക്കൊക്കെ ചിറ്റിട്ടമാര് തലങ്ങും വലങ്ങുകൾ ഓതി, ഒരു മനുഷ്യൻ അവൻ ചെയ്തത് മാത്രമേ ഉണ്ടാവുള്ളൂ, വേറെ ആരും സഹായിക്കൂല. ഇപ്പൊ പറയാണ് നബി തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നു, അത് മതി, ബാക്കി. പക്ഷേ അതിനുവേണ്ടി അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. അള്ളാനോട് തന്നെയാണ് ഞങ്ങൾ തേടാറുള്ളത്, അള്ളാനോട് തന്നെയാണ് ഞങ്ങൾ തേടാറുള്ളത്. അത് നിങ്ങൾ തുടങ്ങിക്കോളി, ബാക്കി ഞാൻ പറഞ്ഞുതരാം. അല്ലാഹുവേ, നിന്റെ റസൂലിന്റെ ശഫാഅത്ത് നീ ഞങ്ങൾക്ക് തരണം. അത് കിട്ടാനുള്ള വഴിയും അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ളാന്റെ ശഫാഅത്ത് നമ്മൾക്ക് വേഗം കിട്ടണം, അത് കിട്ടാനുള്ള മാർഗം പഠിപ്പിച്ചിട്ടുണ്ട്. ആ മാർഗം എന്ന് പറയട്ടെ. ബാങ്ക് വിളി കേൾക്കുമ്പോ നമ്മളൊക്കെ ബാങ്ക് വിളിക്കുന്നത് പോലെ വാചകങ്ങൾ ഏറ്റു പറയണം. അതുപോലെ തന്നെ ലാ ഹൗലയിൽ വ്യത്യാസപ്പെടുത്തി പറയുന്നു. ശേഷം നമ്മൾ മുത്തു മുസ്തഫയുടെ പേരിൽ സമ്പൂർണമായ ഒരു സ്വലാത്ത് ചൊല്ലുന്നു. പിന്നീട് നമ്മൾ പറയേണ്ടത് എന്താണ്? അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ എന്ന് തുടങ്ങുന്ന ദുആ ഞാൻ വിശദീകരിക്കുന്നില്ല. നിങ്ങൾ വിശദീകരിക്കണ്ട, ഞാൻ വിശദീകരിക്കാം. കാരണം അതിന് ബാക്കി വിശദീകരിക്കാൻ നട്ടല്ലില്ല നമുക്കറിയാം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ, ബാക്കി നിങ്ങൾക്ക് പറയാൻ നേരമില്ലാന്നല്ലേ പറഞ്ഞ, ഞാൻ പറഞ്ഞോളാം. വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദനിൽ വസീലത വൽ ഫളീലത വദ്ദറജത്തുർ റഫീഅ വബ്അത്ഹു മഖാമൻ മഹ്മൂദൻ അല്ലദീ വഅത്ത വർസുഖ്നാ ശഫാഅത്തുഹു. നബി തങ്ങളുടെ ശഫാഅത്ത് ഞങ്ങൾക്ക് നൽകണമേ എന്ന പ്രാർത്ഥന അല്ലാഹുമ്മ എന്ന് അല്ലാഹനെ വിളിച്ചുകൊണ്ടാണ് ഞങ്ങൾ പറയണത്. അല്ലാഹനെ വിളിച്ച് തേടാന്നല്ലേ നിങ്ങൾ പറഞ്ഞത്? അല്ലാഹനെ വിളിച്ചുകൊണ്ട് നബി തങ്ങളുടെ ശഫാഅത്തിനെ ഞങ്ങൾ തേടുന്നു. ഇത് ഞങ്ങൾ പണ്ട് കാലം മുതൽ പറഞ്ഞപ്പോ പഞ്ചറായ സൈക്കിൾ എടുത്ത് ഞങ്ങളെ വൈത്തല കൂടി നിങ്ങൾ ഞങ്ങളെ മുശ്രിക്കാക്കി. ഇപ്പൊ നിങ്ങൾ പറയാൻ തുടങ്ങി അങ്ങനെ റസൂലുള്ള റെക്കമെൻഡ് ചെയ്യുന്നു. ബാക്കി ആ ദുആ ഒരാൾ ചൊല്ലിക്കഴിഞ്ഞാൽ എന്റെ റെക്കമെൻഡ് അവന് കരസ്ഥമാകുന്നതാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോ, പ്രിയപ്പെട്ടവരെ, ബാങ്ക് കേൾക്കുമ്പോൾ അനിവാര്യ ഘട്ടത്തിലല്ലെങ്കിൽ നമ്മൾ ആ ബാങ്കിനെ അവഗണിച്ചുകൊണ്ട് സംസാരത്തിൽ ഏർപ്പെടരുത്. ആ ബാങ്കിന് നമ്മൾ ഇജാബത്ത് പറയണം, ശേഷം സ്വലാത്ത് ചൊല്ലണം, ശേഷം ഈ ദുആയിനെ ചോദിക്കണേ. ഇത് വേങ്ങര സുന്നി പള്ളിയിലെ ഇമാമല്ലോ, ഹുസൈൻ സലഫിയാണത്. ബാക്കി
മുത്ത് മുസ്തഫാക്ക് വസീലത്തെന്ന പദവി കൊടുക്കണേ അല്ലാ. അത്യുന്നതമായ സ്തുത്യർഹമായ മഖാമുൻ മഹ്മൂദ് എന്ന് പറയുന്ന പദവിയിലേക്ക് അവിടുത്തെ നാളെ മഹ്ശറിൽ നീ നിയോഗിക്കണേ അല്ലാ എന്നിങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് വേണ്ടിയുള്ള ദുആയാണ് ബാങ്കിന്റെ ശേഷം നടക്കുന്നത്. അത് നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിലൂടെ ഒരു ലക്ഷ്യമുണ്ട്. നാളെ പരലോകത്ത് പാപികൾക്ക് വേണ്ടി മുത്ത് മുസ്തഫ റെക്കമെൻഡ് പറയുമ്പോ അല്ലാഹു നിശ്ചയിച്ചു കൊടുക്കുകയാണ് ആർക്കൊക്കെ വേണ്ടി മുത്ത് മുസ്തഫ റെക്കമെൻഡ് പറയണമെന്ന്. ആ ലിസ്റ്റിൽ റബ്ബേ നീ ഞങ്ങളെ ഉൾപ്പെടുത്തണം എന്ന് അള്ളാനോടാണ് നമ്മൾ തേടേണ്ടത്. അപ്പൊ മുത്ത് മുസ്തഫ തങ്ങൾ നാളെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ഈ ലിസ്റ്റിന്റെ കഥ ഞാൻ പറയാൻ പോവാണ്. ഇവിടെ ലിസ്റ്റിന്റെ ഒരു കളിയാണ് കഴിഞ്ഞ പ്രസംഗത്തില്. അപ്പൊ മുത്ത് മുസ്തഫ തങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെടാൻ ബാങ്കിന്റെ ശേഷമുള്ള ദുആ നടത്തുക. ആ ദുആയിലുള്ളത് നബി തങ്ങളോടുള്ള ശഫാഅത്ത് തേടലാണ്. ആ ശഫാഅത്ത് അല്ലാഹുമ്മ എന്ന് പറഞ്ഞ് തേടിയാൽ അതിന് കുഴപ്പമില്ല എന്നാണ്. ആ ശഫാഅത്ത് ഞങ്ങൾ പണ്ട് കാലം മുതൽ ചെയ്യുന്നുണ്ട്. ആ ശഫാഅത്ത് ഞങ്ങൾ ചെയ്യും പോലെ, ഞങ്ങൾ പറയും പോലെ നിങ്ങളും പറഞ്ഞാൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസത്തിന്റെ ഒരു ഭാഗം ക്ലിയർ ആക്കാൻ നിങ്ങൾക്ക് കഴിയും. ഞാൻ ആ ഭാഗം വിശദീകരിക്കുന്നില്ല. പിന്നെ അദ്ദേഹം ഇവിടെ പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട കാര്യം, സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആദരണീയനായ പ്രസിഡന്റ് മഹാനായ സയ്യിദുൽ ഉലമാ ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, അല്ലാഹു തആല ദീർഘായുസ്സുൽ ആഫിയത്ത് നൽകട്ടെ, എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അല്ലാഹു തആല സലാമത്ത് നൽകുമാറാകട്ടെ. തങ്ങൾ അവർകളെ വളരെ നിശ്ചിതമായി വിമർശിച്ചു, പരിഹസിച്ചു, കളിയാക്കി. ഒരുപാട് ഞാൻ അതിന്റെ മറ്റുള്ള കാര്യങ്ങളിലേക്കൊന്നും അവരുടെ ആ ഭാഷ ഒന്നും നമ്മൾ എടുക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ആ പ്രസംഗം ഒന്ന് വരട്ടെ. എന്താണ് അദ്ദേഹം പറയാനുള്ള കാരണം? എന്താ അറിയുന്നത്? മഹാനായ തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗത്തിൽ ബഹുമാനപ്പെട്ടവർ പറഞ്ഞിരുന്നു, എന്ത്? നരകക്കാരുടെ ലിസ്റ്റ്, സ്വർഗക്കാരുടെ ലിസ്റ്റ് അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്. ആ പ്രസിദ്ധീകരിക്കപ്പെട്ട ലിസ്റ്റ് അള്ളാഹു അറിയിച്ചു കൊടുത്ത ആളുകൾക്കറിയാം എന്ന തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം ഇട്ടിട്ട് വ്യാപകമായ പരിഹാസം. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? അങ്ങനെ ലിസ്റ്റ് ഉണ്ടോ? ഉണ്ടെങ്കിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ? അതിനെ സംബന്ധിച്ച് ഖുർആനിന്റെ നിലപാടെന്താണ്? അതിനെ സംബന്ധിച്ച് ഹദീസിന്റെ നിലപാടെന്താണ്? നമുക്കും ചർച്ച ചെയ്യാം. അദ്ദേഹം പറയട്ടെ. ന്റെ പ്രസിഡന്റ് ഉണ്ടല്ലോ ജിഫിരിക്കോയ തങ്ങൾക്ക് ഇപ്പൊ അവസാനം പറയണ എന്താ വെച്ചാല് ഒരു കാര്യമുണ്ട്. അദ്ദേഹം ജിഫിരിക്കോയ എന്ന് പറഞ്ഞാണ് പരിഹസിക്കണം. അദ്ദേഹം പ്രസംഗം മുഴുവൻ അങ്ങനെ തന്നെയാണ്. ഞങ്ങൾക്ക് അതിന് മറുപടി പറയാൻ കഴിയാഞ്ഞിട്ടൊന്നുമില്ല. സമസ്തയുടെ പ്രസിഡന്റ് നിങ്ങൾ പറയുന്ന ജിഫ്രിക്കോയ എന്നുള്ളത് മുത്താണ്. അത് മുത്തുക്കോയ തങ്ങളാണ്. പകരം വെക്കാനില്ലാത്ത മുത്താണത്. ആ നിങ്ങളുടെ കൂട്ടത്തിലൊരു കോയ, അത് കോയ ടി പി അബ്ദുള്ള കോയ. ആ ടി പി അബ്ദുള്ള കോയ മതിന് അത് ഞാൻ എന്നെ കൊണ്ട് നിങ്ങൾ പറയിപ്പിച്ചതാണ്. ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്റെ ഉസ്താദാണ്. 2 കൊല്ലം അവിടുത്തെ മുമ്പിലിരുന്ന് കിതാബ് ഓതിയാളാണ് ഞാന്. എന്റെ ഉസ്താദിനെ പറയുമ്പോ എനിക്ക് വേദന ഉണ്ടാവൂലേ? അദ്ദേഹത്തിന്റെ പേര് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുകോയ തങ്ങൾ എന്ന ആ പേരെ പറയാവൂ. പേര് പറഞ്ഞ് പരിഹസിക്ക്, പേര് പറഞ്ഞ് കളിയാക്ക്. എത്ര വലിയ അപകടമാണത്. ആശയുണ്ടെങ്കിൽ അത് പറയാ. പേരിലുള്ള പരിഹാസമൊന്നും ഒരു ദാഹിയെ സംബന്ധിച്ചിടത്തോളം യോജിച്ച സംഗതിയല്ല. നിങ്ങൾ ഒരുപാട് കാലം പ്രസിഡന്റായി കൊണ്ടു നടന്നിരുന്ന, ഇന്നു നിങ്ങളുടെ നേതാവായ ടി പി അബ്ദുള്ള കോയ മദനി എന്ന നിങ്ങൾക്കൊരു കോയയുണ്ട്. 2 കിതാബിലെ 2 വരി ഇബാറത്ത് തെറ്റിയില്ലാതെ വായിക്കാൻ അദ്ദേഹത്തെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു. എവിടെയെങ്കിലും കണ്ടിട്ടുണ്ട് നിങ്ങൾ അയാളൊരു പ്രസംഗത്തിൽ ഇബാറത്ത് വായിക്കണത്? എവിടെയെങ്കിലും ഒരു ഇബാറത്ത് വായിക്കണം? വല്ലാതെ പോയ വർത്താൻ ഞങ്ങളെ കൊണ്ട് പറയിക്കരുത്. പറയുന്നത് ഔലിയാക്കന്മാർ നിങ്ങളാ മനസ്സിലാക്കിയത് പോലെ ഒന്നും അല്ലടോ. അവർ ഓരോരുത്തരെ കണ്ട നരകത്തിലാണോ, നരകത്തിലാണെന്നാണ് പറയും, സ്വർഗത്തിലാണെന്നാണ് പറയും. അങ്ങനൊന്നും തങ്ങൾ ഉസ്താദ് പറഞ്ഞിട്ടില്ല. അത് അയാളെ വക ഉള്ള ഒരു പരിഹാസം. അങ്ങനൊന്നും തങ്ങൾ ഉസ്താദ് ആ പ്രസംഗത്തിൽ പറഞ്ഞിട്ടില്ല. തങ്ങൾ ഉസ്താദിന്റെ പ്രസംഗം അയാൾ തന്നെ പെട്ടിട്ടുണ്ട്. നമുക്ക് കേൾക്കാനോ? കാരണം ഇവിടെ നരകത്തിന്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ടോ. ഇവിടെ നരകത്തിന്റെ ലിസ്റ്റൊക്കെ ഇറക്കിയിട്ടുണ്ട്. ആ ഇറക്കിയ ലിസ്റ്റൊക്കെ ഇവരുടെ ഔലിയാക്കന്മാരെ എടുത്തിട്ടുണ്ട്. അവരത് നോക്കിയിട്ടാണ് പറയുന്നതാണ്. ഇവർ വിചാരിച്ചത് PSC ലിസ്റ്റ് ഇറക്കിയവരെ ഇറക്കിയിരിക്കുന്നത്. മനുഷ്യന്റെ തലച്ചോല് കുറച്ച് കാൽപ്പാർപ്പ് വേണം. ഇതിങ്ങനെ ഏതെങ്കിലും എക്സാം എഴുതിയിട്ട് റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചതുപോലെ ഇങ്ങനെ എല്ലായിടത്തും എഴുതി ഇങ്ങനെ ഒട്ടിച്ച ലിസ്റ്റാണെന്നാണ് ഇയാൾ മനസ്സിലാക്കിയത്. കൊണ്ടുവന്നോലും ചോറ് കൊടുത്തോലും കൈമർക്ക് കൊടുത്തോലും ഒന്ന് ആലോചിച്ചോളി എന്തിനാ ഇയാളെ കൊണ്ടുവന്നത്.
എന്താണെന്നറിയോ, നരകത്തിന്റെ ലിസ്റ്റും സ്വർഗത്തിന്റെ ലിസ്റ്റും ലൗഹുൽ മഹ്ഫൂദും ഒക്കെ ഇവരുടെ വില്ലേജ് ഓഫീസിന്റെ മുമ്പിലുള്ള മരപ്പലകമ്മൽ എഴുതി ഒട്ടിച്ചിട്ടുള്ള കടലാസിന്റെ വിലയും കൂടി ലൗഹുൽ മഹ്ഫൂദിന് ഇല്ല ഇവർക്ക്. ആ ലൗഹുൽ മഹ്ഫൂദിന്റെ കഥ ഞാൻ പറയാം. നിങ്ങളെ നേതാവായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം പറഞ്ഞത് ഞാൻ ഇവിടെ തെളിയിക്കും. അദ്ദേഹത്തെ പറ്റി നിങ്ങൾ പറയും. നിങ്ങളുടെ ശൈഖായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. നിശാൽ ഞാൻ സൗകര്യം പോലെ ഞാനത് കാണിക്കും, ഞാനത് വായിക്കും, ഞാനത് കേൾപ്പിക്കും. നമുക്ക് എമ്മല് തീരുമാനാക്കാലോ. എന്നിട്ട് ലൗഹ അങ്ങോട്ട് നോക്കി പറയൂ അത്രേ, ഓരോരുത്തരുടെയും ശരീരത്തിലും ഓരോ ലൗഹ ഉണ്ട് എന്നാ. അവരെ കണ്ണെപ്പോഴും ലൗഹയില്ലാതെന്നോവരേ. ലൗഹുൽ മഹ്ഫൂദിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കുകയും ഇരിക്കുകയൊക്കെ ഉണ്ട്. ഇപ്പൊ ഭയങ്കര കുഴപ്പാപ്പിയും മറ്റേ CM-ഉം എല്ലാവരും ഒക്കെ ഇങ്ങനെ അതിൽ നോക്കിയിട്ടാ പറയണത്. അതൊക്കെ കാണുവാനുള്ളതായിരിക്കുന്ന പ്രത്യേകമാകുന്നതായ ചില മാധ്യമങ്ങൾ അവർക്കൊക്കെ കൊടുത്തിട്ടുണ്ടോ എന്നാണ് നമ്മളെ ജിഫ്രിക്കോയ തങ്ങൾ പറയുന്നത്. സമസ്തന്റെ പ്രസിഡന്റ് അല്ലേ, മൂപ്പരിവിടെ വരാൻ ശരിയാവില്ല. അതന്നെ ഞാൻ പറഞ്ഞത്. ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ സംസാരത്തെ പോലും മൂപ്പരന്റെ ഇടയിൽ കളിയാക്കിയിട്ട് നിങ്ങളെ ശ്രദ്ധിച്ചോന്നറിയില്ല. പറയട്ടെ. ഇഷ്ടത്തിൽപ്പെട്ട് കിടക്കണ കാല അവിടെ നമ്മൾ മൂപ്പരെ ഒന്ന് പരിഗണിക്കുകയാണ് ഇപ്പോ. അതുകൊണ്ട് മൂപ്പരെ ആ വാദം ഒന്ന് നമ്മളൊന്ന് കേൾക്കുക. അപ്പൊ മഹാന്മാരെ സംബന്ധിച്ചിടത്തോളം അതാ മൂപ്പര് പറഞ്ഞു, എന്റെ പുതിയതായിരുന്നു നരകത്തില്ല, നരകത്തെ കാക്കും. നിങ്ങൾ അതിലെ എഴുതിയോ നോക്കി, നിങ്ങൾ മുജാഹിദ് ക്ലിപ്പ്. നരകത്തിലുള്ളവരെ അറിയുന്ന മഹാൻ തങ്ങളുസ്ഥാനം കളിയാക്കി എഴുതിയതാണ്. നരകത്തിലുള്ളവരെ അറിയുന്ന മഹാൻ ബഹുമാനപ്പെട്ട തങ്ങളുസ്ഥാനെ പരിഹസിച്ചിട്ട് അവർ എഴുതിയതാണത്. തങ്ങളുസ്ഥാൻ പറഞ്ഞിട്ടുണ്ടോ ഞാൻ നരകത്തിലുള്ള ആളുകൾ ആരാന്ന് ഞാൻ അറിയുന്നു? അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്ന മഹാന്മാർക്കറിയും. അത് അറിയോ ഇല്ല എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഞാൻ തെളിയിച്ചു തരാം. പറയട്ടെ. എന്റെ പുതിയതായിരുന്നു നരകത്തില്ല, നരകത്തെ കാക്കും മലക്ക് ചൊന്നോവണം. അത് നരകത്തിന്റെ ലിസ്റ്റോ അത് പ്രസിദ്ധീകരിക്കപ്പെട്ടതാണ്, അറിയോ? ആ ലിസ്റ്റ് നോക്കി മനസ്സിലാക്കാൻ മഹാന്മാർക്ക് കഴിയും. അതിൻ്റെതായ പ്രത്യേകമാവുന്ന ഒരു മാധ്യമം അവരെ കൈവശമുണ്ട്. തീർന്നില്ല, പിന്നെ ആ പ്രസംഗം തീരുന്നവരെ തങ്ങളുസ്ഥാന്റെ പ്രസംഗമൊക്കെ ഇടാൻ കഴിഞ്ഞിട്ടില്ല. വരുന്നൊക്കെ പിന്നെ വേറെ ക്ലിപ്പാ. അത് ഞാൻ സൗകര്യമല്ല പിന്നെ പറയാം. അപ്പൊ എന്താണ് ബഹുമാനപ്പെട്ട തങ്ങൾ ഉസ്താദ് പറഞ്ഞത്? എന്താണ് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ വിശ്വാസം? ഒരാളെ സംബന്ധിച്ച് അയാൾ സ്വർഗത്തിലാണോ അയാൾ നരകത്തിലാണോ, അതാ ലിസ്റ്റ് എന്നുള്ളൊരു പരിഹാസ്യത്തിന് അയാൾ ഉപയോഗിച്ചൊരു വാക്കും കൂടിയാണ്. നോക്കൂ, ഞാൻ ഒന്ന് രണ്ട് ഉദ്ധരണികൾ നിങ്ങളെ കേൾപ്പിക്കുകയാണ്. നിങ്ങൾക്ക് വേദിയിൽ നോക്കി സ്ക്രീനിൽ നോക്കിയാൽ നിങ്ങൾക്ക് അത് കാണാൻ കഴിയും. നോക്കൂ, നിങ്ങൾ മഹാനായ സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ ഒരു ഇബാറത്ത്, സ്വഹീഹുൽ ബുഖാരിയിൽ കാണാൻ ഹദീസ്. എന്താണ് ഹദീസ്? ഇന്ന അഹദക്കും യുജ്മഉ ഖൽഖുഹു ഫീ ബത്നി ഉമ്മിഹി 40 യൗമാ. ഉമ്മാന്റെ ഗർഭപാത്രത്തിൽ 4 ദിവസം. സുമ്മ യകൂനു അലഖതൻ മിസ്ല ദാലിക. പിന്നെ അതുപോലെ തന്നെ മാംസപിണ്ഡമായി രക്തപിണ്ഡമായി 4 ദിവസം. അതുപോലെ തന്നെ 40 ദിവസം. അതുപോലെ സുമ്മ യകൂനു മുദ്ഗതൻ മിസ്ല ദാലിക. പിന്നെ മാംസപിണ്ഡമായി അതുപോലെ തന്നെ 40 ദിവസം. സുമ്മ യബ്അസുല്ലാഹു മലക്കൻ ഫയുമറു ബി 4 കലിമാത്തിൻ. പിന്നെ അല്ലാഹു തആല ഒരു മലക്കിനെ നിശ്ചയിക്കും. 4 കാര്യങ്ങൾ നടപ്പിൽ വരുത്താൻ ഒരു മലക്കിനെ നിശ്ചയിക്കും. വയുഖാലു ലഹു ഉക്തുബ് അമലഹു വറിസ്ഖഹു വഅജലഹു വശഖിയ്യുൻ ഔ സഈദുൻ. ഗർഭത്തിൽ കിടക്കുന്ന കുട്ടി, ആ കുട്ടി വലുതായാൽ മരിക്കുന്നത് വരെ ആ കുട്ടി ചെയ്യുന്ന അമലുകൾ, ആ കുട്ടിയുടെ ഭക്ഷണം, ആ കുട്ടിയുടെ ആയുസ്, വശഖിയ്യുൻ ഔ സഈദുൻ, ആ കുട്ടി നരകക്കാരനാണോ ആ കുട്ടി സ്വർഗ്ഗക്കാരനാണോ എന്ന കാര്യം ഒരു മലക്കിനെ കൊണ്ട് രേഖപ്പെടുത്താൻ, ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരു മലക്കിനെ കൊണ്ട് അല്ലാഹു കൽപ്പിക്കും. എപ്പ കൽപ്പിക്കും? അത് കൽപ്പിച്ചതിന് ശേഷമാണ് ആ കുട്ടിക്ക് റൂഹ് ഊതുന്നത്. അപ്പൊ കുട്ടിക്ക് റൂഹ് ഊതുന്നതിന് മുമ്പ് തന്നെ ഓരോരോ ആളുകളും ശഖിയാണോ സഈദാണോ നരകക്കാരനാണോ സ്വർഗ്ഗക്കാരനാണോ എന്ന ലിസ്റ്റ് അല്ലാഹു തആല മലക്കുകളെ കൊണ്ട് തയ്യാറാക്കിക്കുമെന്ന് സ്വഹീഹുൽ ബുഖാരിയിൽ ഇമാം ബുഖാരി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല, ഇനി നോക്കൂ, നിങ്ങൾക്ക് ആയത്ത് കാണാം. സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്ത്. ഏതാണ്?
സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്ത്. മോനെ വേഗം വരട്ടെ. വമാ മിൻ ഗായിബത്തിൻ ഫിസ് സമാഇ വൽ അർളി ഇല്ലാ ഫീ കിതാബി മുബീൻ. സൂറത്തുൻ നംലിന്റെ 75-ാമത്തെ ആയത്ത്. എന്താണ് ആയത്തിലുള്ളത്? ആകാശത്തിലോ ഭൂമിയിലോ മറഞ്ഞു കിടക്കുന്ന യാതൊരു കാര്യവും സ്പഷ്ടമായ ഒരു രേഖയിൽ രേഖപ്പെടുത്താതിരുന്നിട്ടില്ല. ഭൂമിന്റെ ഉള്ളിലും ആകാശത്തിനുള്ളിലും മറഞ്ഞു കിടക്കുന്ന എല്ലാ കാര്യങ്ങളും കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. മനുഷ്യന്റെ കാര്യം, മലക്കിന്റെ കാര്യം, ഭൂമിയുടെ കാര്യം, ആകാശത്തിന്റെ കാര്യം, ജനനം മരണം തുടങ്ങി എല്ലാ കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറത്തുൻ നംലിന്റെ 75-ാമത്തെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ബഹുമാനപ്പെട്ട റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു കൊടുത്തൊരു വിശദീകരണം കാണാം. മോനാ തഫ്സീറിന്റെ ആ ഭാഗം വരട്ടെ. എന്താണ് എഴുതിയത്? വമാ മിൻ ഗായിബത്തിൻ എന്ന് പറഞ്ഞാൽ മിൻ സിർരിൻ ഖഫിയ്യിൻ, വളരെ രഹസ്യമായ കാര്യങ്ങൾ, ഫിസ് സമാഇ വൽ അർളി മിൻ അഹ്ലിസ് സമാഇ വൽ അർളി, ആകാശത്തും ഭൂമിയിലുള്ള എല്ലാ രഹസ്യമായ കാര്യങ്ങളും, ഇല്ലാ ഫീ കിതാബിൻ മുബീൻ എന്ന് പറഞ്ഞാൽ ഇല്ലാ മക്തൂബുൻ ഫിൽ ലൗഹിൽ മഹ്ഫൂളി, എല്ലാം ലൗഹിൽ മഹ്ഫൂളിൽ രേഖപ്പെട്ട് കിടക്കുന്നുണ്ട്. അപ്പോൾ ലൗഹിൽ മഹ്ഫൂളിൽ രേഖപ്പെട്ട് കിടക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് സൂറത്തുൻ നംലിലെ 75-ാമത്തെ ആയത്തിന്റെ വിശദീകരണത്തിൽ റഈസുൽ മുഫസ്സിരീൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇനി അടുത്തത്, എന്നാൽ ഈ രേഖപ്പെട്ട് ലൗഹൽ മഹ്ഫൂളിൽ രേഖപ്പെട്ട് കിടക്കുന്ന ഈ കാര്യങ്ങൾ നോക്കാനും അറിയാനും കഴിയുമോ എന്നതാണ്. നോക്കാനും കഴിയും, അറിയാനും കഴിയും. നോക്കൂ നിങ്ങൾ, തഫ്സീറു റാസിൽ ഒരു ഹദീസ് കാണാം. വഖാല അലൈഹി സ്വലാത്തു വസ്സലാം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൗലാ അന്ന ശയാത്തീന യഹൂമൂന അലാ ഖുലൂബി ബനി ആദം, മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചില്ലായിരുന്നുവെങ്കിൽ ലനളറു ഇലാ മലകൂതിസ് സമാവാതി, മലകൂതുസ് സമാവാതിലെ ലൗഹൽ മഹ്ഫൂദിലുള്ള മുഴുവൻ കാര്യങ്ങളും കാണാൻ നല്ല മനുഷ്യന്മാർക്ക് സാധിക്കുമായിരുന്നു. പക്ഷെ മനുഷ്യരുടെ ഹൃദയത്തിൽ പിശാച് ആധിപത്യം സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ ആധിപത്യം സ്ഥാപിക്കാത്ത നല്ല തെളിഞ്ഞ ഹൃദയമുള്ള നല്ല മനുഷ്യന്മാർക്ക് അത് കാണാൻ കഴിയുമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല തഫ്സീറു റാസിയുടെ മറ്റൊരു ഇബാറത്ത് കൂടെ കാണാം. ഇനി കേട്ടോളൂ, ഇതാണ് വളരെ ചിന്തിക്കേണ്ട ഒരു ഭാഗം. എന്താണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞത്? അന്നൽ അഖായിദൽ ഫാസിദത വൽ അഖ്ലാഖൽ ദമീമത. ഈ ഇബാറത്ത് വളരെ ഗൗരവത്തിൽ ആലോചിക്കണം. എന്താണ് ഇമാം റാസി തങ്ങൾ പറഞ്ഞിട്ടുള്ളത്? അന്നൽ അഖായിദൽ ഫാസിദത, പിഴച്ചുപോയ വിശ്വാസം. നിങ്ങളെ പറ്റിയാണ് പറഞ്ഞത്, വഹാബികളെ പറ്റി, ജമാഅത്ത് തബ്ലീഗാദി പോലെയുള്ള പിഴച്ചുപോയ ബിദ്അത്തിന്റെ ആളുകളെ സംബന്ധിച്ച്, വിശ്വാസത്തിൽ വൈകല്യം വന്നവരെ സംബന്ധിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. അന്നൽ അഖായിദൽ ഫാസിദത വൽ അഖ്ലാഖൽ ദമീമത, മോശപ്പെട്ട സ്വഭാവക്കാർ, വേണ്ടാത്ത ബിദ്അത്തിന്റെ വിശ്വാസക്കാർ. ഇങ്ങനത്തെ വിശ്വാസവും ഇങ്ങനത്തെ സ്വഭാവം ഉണ്ടായാൽ ആ സ്വഭാവങ്ങളൊക്കെ ഫൈദാ സാലത്ത് ഫഖദ് ഹസല ശിഫാഉ ലിൽ ഖൽബി, അതങ്ങോട്ട് നീങ്ങിപ്പോയാൽ, ബിദ്അത്ത് നീങ്ങിപ്പോയാൽ ഹൃദയം ശുദ്ധിയാകും. അങ്ങനെ ഹൃദയം ശുദ്ധിയായാൽ വസ്വാറ ജൗഹറുർ റൂഹി മുതഹ്ഹറൻ അൻ ജമീഇൻ നുഖൂശിൽ മാനിഅതി അൻ മുതാലഅതി ആലമിൽ മലകൂതി, ആലമുൽ മലകൂതിലെ കാര്യങ്ങൾ, ലൗഹുൽ മഹ്ഫൂദിലെ കാര്യങ്ങൾ അവർക്ക് കാണാനും വായിക്കാനും അവർക്ക് കഴിയും. അതിന് ബിദ്അത്തിന്റെ ചിന്ത ഹൃദയത്തിൽ നിന്ന് അങ്ങ് ഒഴിവായി പോകണം എന്ന് ഇമാം റാസി തങ്ങൾ തഫ്സീറു റാസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊക്കെ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ലിസ്റ്റ് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നാ. ഞാൻ എന്റെ പ്രസംഗത്തിന് സ്പീഡ് കൂടണമെന്ന് വെച്ചാൽ കുറഞ്ഞ സമയം കൊണ്ട് കൂടുതൽ കാര്യം പറയാനാണ്. അങ്ങനെ മുട്ടിക്കുളങ്ങര തൈലത്തിന് പരസ്യം അങ്ങനെയാണല്ലോ, കുറച്ച് തേച്ചാൽ തോനവേദന മാറുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേഗം പറഞ്ഞു പോണത്. പിന്നെ അദ്ദേഹം ചോദിച്ചിട്ടുള്ളത്, അങ്ങനെ ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ എന്നാ. നോക്കൂ, നിങ്ങൾ നോക്കിയാലോ ഹദീസ് കാണാം. മുസ്നദ് അബീ അലയിൽ വിശദമായി പറഞ്ഞൊരു സംഭവമാണ്. ഞാൻ വേഗത്തിൽ വായിക്കാം. അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഖറജ ഹീന സാഗത്തി ശംസു ഫസല്ലൽ ളുഹ്റ, നബി തങ്ങൾ വന്നു ളുഹ്ർ നിസ്കരിച്ചു. ഫലമ്മാ സല്ലമ, അത് നല്ലോണം ശ്രദ്ധിച്ചോളി. ഫലമ്മാ സല്ലമ, അങ്ങനെ നബി തങ്ങൾ ളുഹ്ർ നിസ്കാരത്തിൽ നിന്ന് സലാം വീട്ടി. ഖാമ അലൽ മിംബരി, നബി തങ്ങൾ മിംബറിൽ കയറിയിരുന്നു. ഫദക്കറ സാഅത, ഖിയാമത്ത് നാളിനെ പറ്റി നബി തങ്ങൾ അങ്ങനെ പറഞ്ഞു. വദക്കറ അന്ന ബൈന യദൈഹാ ഉമൂറൻ ഇളാമൻ, ഖിയാമത്ത് നാളിനോട് അനുബന്ധിച്ചുണ്ടാകുന്ന ഒരുപാട് സംഭവങ്ങൾ നബി തങ്ങൾ വിശദീകരിച്ചു. ഖാല, എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മൻ അഹബ്ബ അൻ യസ്അല അൻ ഷൈഇൻ ഫയസ്അൽഹു അൻഹു.
ളുഹുർസ്കാരം കഴിഞ്ഞ് മിമ്പറിൽ കയറി നബി തങ്ങൾ ഇരുന്നതിന് ശേഷം അവിടെ കൂടിയ സ്വഹാബത്തിനോട് നബി തങ്ങൾ പറയാണ്, എന്താണ് പറയുന്നത്? നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ മൻ അഹബ്ബ അൻ യസ്അല അൻ ഷൈഇൻ ഫൽയസ്അൽ അൻഹു, നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ എന്നോട് ചോദിച്ചോളീ. എന്തും ചോദിക്കാം, മറഞ്ഞത് ചോദിക്കാ, തിരിഞ്ഞു ചോദിക്കാ, ദുന്യാവിലുള്ളത് ചോദിക്കാ, ദുന്യാവിലില്ലാത്തത് ചോദിക്കാ, ലൗഹിൽ മഹ്ഫൂദത്തത് ചോദിക്കാ, പിന്നെ മറഞ്ഞു വൈബായ കാര്യങ്ങളെ സംബന്ധിച്ച് വൈബിയായ കാര്യങ്ങൾ ചോദിക്കാ, എന്തു നിങ്ങൾക്ക് ചോദിച്ചാ ഇങ്ങോട്ട് ചോദിച്ചോളി എന്ന് പറഞ്ഞ് നബി തങ്ങൾ മിമ്പറമ്മലാണ് കയറിയിരുന്നു. എന്നിട്ടോ കയറിയിരുന്നു എന്ന് മാത്രമല്ല, ഫവല്ലാഹി നബി തങ്ങൾ പറയാണ്, ഫവല്ലാഹി ലാ തസ്അലൂനി അൻ ഷൈഇൻ ഇല്ലാ ഹദ്ദസ്തുകും ബിഹി മാ ദുംതു ഫീ മഖാമി ഹാദാ. ഞാൻ ഇപ്പോ ഈ മിമ്പറമ്മൽ ഇരിക്കണ ഈ സമയത്ത്, ഈ ഇറങ്ങണതിന് മുമ്പ് നിങ്ങൾ എന്തും ചോദിച്ചോളിയാ. ആരായി പറയണത്? ആരായി പറയണത്? വന്നജ്മി ഇദാ ഹവാ മാ ളല്ല സ്വാഹിബുകും വമാ ഗവാ വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. തങ്ങളുടെ 63 കൊല്ലത്തെ ജീവിതത്തിനിടയിൽ ഒരൊറ്റ കാര്യവും സ്വന്തം ഇഷ്ടപ്രകാരം പറയാതെ പടച്ച റബ്ബിന്റെ പക്കൽ നിന്നുള്ള വഹ്യ് മുഖേന മാത്രം സംസാരിച്ചിട്ടുള്ള നബി തങ്ങളാണ് പറയണത്, നിങ്ങൾക്ക് ആവശ്യമുള്ളതൊക്കെ ചോദിച്ചോളി. ഇത് വല്ലാത്തൊരു സംരംഭല്ലേ? സ്വഹാബത്ത് അങ്ങോട്ട് ചോദിക്കാൻ തുടങ്ങി. ഖാല അനസുൻ, ഈ സംഭവം റിപ്പോർട്ട് ചെയ്ത അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖാമ ഇലൈഹി റജുലുൻ ഫഖാല, സദസ്സുന്ന ഒരാൾ എഴുന്നേറ്റ് ചോദിച്ചു. എന്താ ചോദിച്ചത്? ഐന ഐന മുദ്ഖലു അബി യാ റസൂലല്ലാഹ്. എന്താണ് അദ്ദേഹം ചോദിച്ചത്? നബിയെ, എന്റെ വാപ്പ എവിടെ കിടക്കണത്? എന്റെ വാപ്പ സ്വർഗത്തിലോ നരകത്തിലോ എന്നാ? എന്നാ നബി പറഞ്ഞേ, എന്നോടാ ചോദിക്കാതെ നിന്റെ താൽ ഇഷ്ടമൊന്നുമില്ല, എനിക്കതൊന്നും അറിയില്ല എന്ന് നബി പറഞ്ഞോ? നബി പറഞ്ഞില്ല. ജന്തു വഹാബി ചിന്ത എന്ന് നബി ചോദിച്ചോ? അതും ചോദിച്ചില്ല. ആരാ ചോദിച്ചത്? സ്വഹാബിയാണ് ചോദിച്ചത്. ആരോടാ ചോദിച്ചത്? നബിയോടാ ചോദിച്ചത്. എപ്പോഴാ ചോദിച്ചത്? എന്തും വേണമെങ്കിൽ നിങ്ങൾ ചോദിച്ചോളൂ എന്ന സമയത്ത് നബി തങ്ങളോട് ചോദിച്ചു, എന്റെ വാപ്പ ഇപ്പൈന മുദ്ഖലു അബി യാ റസൂലല്ലാഹ്. അപ്പൊ ഖാല, നബി തങ്ങൾ പറഞ്ഞു, അന്നാർ, നരകത്തിലാണ്. നിങ്ങളെ വാപ്പ നരകത്തിലാണ്. ആര്? നബി തങ്ങൾക്ക് അറിയിച്ചു കൊടുത്തു. അപ്പൊ എല്ലാ കാര്യങ്ങളും അല്ലാഹു തആല ലൗഹുൽ മഹ്ഫൂദിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ രേഖപ്പെടുത്തിയ കാര്യങ്ങൾ അല്ലാഹു തആല അറിയിച്ചു കൊടുക്കുന്നവർക്കറിയും. അറിയിച്ചു കൊടുക്കുന്നവർ പ്രധാനി അഷ്റഫുൽ ഖൽഖ് സയ്യിദുനാ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പറഞ്ഞോലെ കുതിരാക്കല്ല, ഇങ്ങനൊക്കെ എവിടെങ്കിലും ഉണ്ടോ എന്നൊക്കെ നോക്കി പഠിച്ച് ഉള്ളത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കല്ലേ വേണ്ട. തീർന്നില്ല. മാത്രമല്ല, ഫഖാല ഫഖാമ അബ്ദുല്ലാഹി ബിൻ ഹുദാഫ ഖാല, സദസ്സിൽ നിന്ന് അബ്ദുല്ലാഹി ബിൻ ഹുദാഫ എന്നൊരാൾ എഴുന്നേറ്റ് നിന്നു. അയാൾ ചോദിച്ചു, മൻ അബി യാ റസൂലല്ലാഹ്, എന്റെ ബാപ്പാരാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബാപ്പാനെ പറ്റി നാട്ടിൽ 2 അഭിപ്രായമുണ്ട്. എന്റെ വാപ്പ ഇന്നാളാണ്, എന്റെ വാപ്പ ഇന്നാളാണ് എന്ന് അയാൾ വാപ്പാനെ പറ്റി 2 അഭിപ്രായം നടക്കണ കാലത്ത് ഈ ചോദിച്ച ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ബിൻ ഹുദാഫ തങ്ങൾ നബി തങ്ങളോട് ചോദിച്ചു, എന്റെ വാപ്പാരാണ്. നബി തങ്ങൾ മറിഞ്ഞ കാര്യം പറയാണ്. നബി തങ്ങൾ പറഞ്ഞു, ഖാല അബൂക ഹുദാഫ, നിന്റെ വാപ്പ ഹുദാഫ തന്നെയാണ്. അങ്ങനാണ് ചോദിക്കാൻ തുടങ്ങി. മറഞ്ഞുപോയ കാര്യങ്ങൾ, സാധാരണ ആളുകൾക്ക് പറയാൻ പറ്റാത്ത അറിയാത്ത കാര്യങ്ങൾ അങ്ങനെ ചോദിക്കാൻ തുടങ്ങി. നബി അവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ചോദിച്ചോളി ചോദിച്ചോളി. നബി ഇങ്ങനെ പറയാണ്. ഇതിങ്ങനെ പുടുത്തം പുടുന്നു കണ്ട് ജനങ്ങൾ ഇങ്ങനെ ഈ അവസരം ഉപയോഗപ്പെടുത്തി ഇങ്ങനെ ചോദിക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ റസൂലുള്ളാഹിന്റെ മുമ്പിൽ മുട്ടുകുത്തി നിന്നു, മുട്ടുകുത്തി ഇരുന്നു. ഫഖാല, എന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞു, റളിനാ ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ റസൂലാ എന്ന ദിക്ർ ഇങ്ങനെ ചൊല്ലി. എന്ന് പറഞ്ഞാൽ, നബിയെ നിങ്ങൾ അങ്ങനെ പറയല്ലേ, ജനങ്ങൾ ഇങ്ങനെ ചോദിച്ച് ചോദിച്ച് ദാഹം അങ്ങോട്ട് പുടുത്തം വിടും. കാരണം വൈബിയായ കാര്യങ്ങൾ ഇങ്ങനെ കേട്ടിട്ട് അതുകൊണ്ട് അവർ പ്രയാസാകും. ഇങ്ങനെ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞപ്പോൾ ഫസക്കത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഹീന ഖാല ഉമറു ദാലിക എന്ന് മുസ്നദ് അബൂ യഅല രേഖപ്പെടുത്തിയിട്ടുണ്ട്. നബി തങ്ങൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇനി മാത്രമല്ല, നോക്കൂ നിങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ അതിൽ പറയാനുണ്ട്. നോക്കൂ നിങ്ങൾ, ഇനി ഞാൻ നേരത്തെ പറഞ്ഞ ഇവരുടെ ശൈഖുൽ ഇസ്ലാം എന്നിവരെ പരിചയപ്പെടുത്തിയ ഇബ്നു തീമിയ ഈ വിഷയത്തിൽ, ഇബ്നു തീമിയെ സംബന്ധിച്ച് പറഞ്ഞ ഞങ്ങൾക്ക് എന്തായാലും വിശ്വാസം ഉണ്ടാവുമല്ലോ. ഇബ്നു തീമിയ ഈ വിഷയത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്? ലൗഹുൽ മഹ്ഫൂദിൽ കിടക്കുന്ന കാര്യം ഇബ്നു തീമിയ പോലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇബ്നു തീമിയെ നിങ്ങൾ തള്ളൂല എന്നുള്ളത് നമുക്കറിയാം. ശൈഖുൽ ഇസ്ലാം എന്നാ പറയാ. നിങ്ങൾക്ക് ചെറിയൊരു തകരാറുകളെ പ്രസംഗത്തിൽ പലപ്പോഴും നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഉമർ ഫാറൂഖ് തങ്ങൾക്കും ഒന്നും അങ്ങനത്തെ പേരില്ല. എങ്ങനത്തെ പേര്? സയ്യിദുൽ ഉലമ, ഉസ്താദുൽ അസാത്തിദ്, അങ്ങനത്തെ പേരൊന്നുമില്ല. ഞങ്ങളെ നേതാവിന് ഷെയ്ഖുൽ ഇസ്ലാം എന്നിട്ട് അങ്ങനെ പേരിട്ടില്ല. അത് നിങ്ങൾ ഇട്ടു.
ആ ഷെയ്ഖുൽ ഇസ്ലാം എന്നുള്ള പേര് നിങ്ങൾ ഒഴിവാക്കി. അങ്ങനെ ഒരുപാട് പേരുകൾ നിങ്ങൾ പറയാറുണ്ട്. ഞാൻ അതിലേക്ക് ഇപ്പൊ കടക്കുന്നില്ല. നോക്കൂ നിങ്ങൾ, ഇബ്നുൽ ഖയ്യിമിന്റെ മദാരിജു സാലിക്കീൻ എന്ന കിതാബിൽ ഇബ്നുൽ ഖയ്യിമിന്റെ ഒരു ഉദ്ധരണം നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, ഞാൻ വേഗത്തിൽ വായിക്കാം. എന്താണ് അതിലുള്ളത്? ഇബ്നു തീമിയ പറഞ്ഞു, അന്നാസ വൽ ഉമറാ സനത 207 ഹിജ്റ 702 ഇബ്നു തീമിയ എന്ന ഇവരുടെ നേതാവായ ഷെയ്ഖുൽ ഇസ്ലാം ഭരണാധികാരികളോടും ജനങ്ങളോടും പറഞ്ഞു. എന്തു പറഞ്ഞു? ലമ്മാ തഹറക തത്താറു വഖസദു ശാമ, താർത്താരികൾ ശാം പിടിച്ചടക്കാൻ വേണ്ടി വന്ന സന്ദർഭത്തിൽ ഇബ്നു തീമിയ ഭരണാധികാരികളോടും ജനങ്ങളോടും പറഞ്ഞു. എന്തു പറഞ്ഞു? അന്നദ്ദായിറത വൽ ഹസീമത അലൈഹിം, ഇന്ന് താർത്താരികൾ പരാജയപ്പെടും. വഅന്നല്ലഫറ വന്നസ്റ ലിൽ മുസ്ലിമീൻ, വിജയവും സഹായങ്ങളൊക്കെ മുസ്ലിമീങ്ങൾക്കായിരിക്കും. വഖസമ അലാ ദാലിക അക്തറ മിൻ 70 യമീന, 70 തവണ ആവർത്തിച്ച് 70 തവണ സത്യം ചെയ്തുകൊണ്ട് ഇബ്നു തീമിയ ഇത് പറഞ്ഞു. അപ്പൊ ഖുൽ ഇൻഷാ അല്ലാഹ് ആരോ പറഞ്ഞു, ഫയുഖാലു ലഹു ഖുൽ ഇൻഷാ അല്ലാഹ്, ഇബ്നു തീമിയ ഞങ്ങൾ അങ്ങനെ കാച്ചി വിടണ്ട, ഇൻഷാ അല്ലാഹ് പറഞ്ഞാളി. അങ്ങനെ ഫയഖൂലു ഇൻഷാ അല്ലാഹ് തഹഖീഖൻ ലാ തഅലീഖൻ, ഉറപ്പായിട്ടും ഇൻഷാ അല്ലാഹ് ഇപ്രാവശ്യം എന്തായാലും മുസ്ലിമീങ്ങൾ ജയിക്കുമെന്ന് ഇബ്നു തീമിയ ഉറപ്പായിട്ട് പറഞ്ഞു. വസമിഅതുഹു യഖൂലു ദാലിക, ഇബ്നു ഖയ്യിം പറയാണ്, ഇബ്നു തീമിയ പറയണത് ഞാൻ കേട്ടിട്ടുണ്ട്. ഖാല ഫലമ്മാ അക്സറു അലയ്യ ഖുൽതു ലാ തുക്സിറു കതബല്ലാഹു തആല ഫിൽ ലൗഹിൽ മഹ്ഫൂസ്. ഇബ്നു തീമിയ പറയാണ്, മഹാനായ സയ്യിദുൽ ഉലമ ഔലിയാക്കന്മാർക്ക്, അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് വൈബിയായ കാര്യങ്ങൾ അറിയും. ഇങ്ങനെ ലൗഹിൽ മഹ്ഫൂദിൽ നോക്കി കാര്യങ്ങൾ പറയാൻ പറ്റുമെന്ന് പറഞ്ഞപ്പോൾ കുതിരാക്കിയവർ, പരിഹസിച്ചവർ ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തീമിയ ഈ പറഞ്ഞതിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തു പറയാനുണ്ട്? ഇബ്നു തീമിയ പറയാണ്, കതബല്ലാഹു തആല ഫിൽ ലൗഹിൽ മഹ്ഫൂദി അന്നഹും മഹ്സൂമൂന ഫീ ഹാദിഹിൽ ഖറത്തി വഅന്ന അൻ-നസ്റ ലിൽ ജുയൂഷിൽ മുസ്ലിമീൻ എന്ന് ലൗഹിൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട്. എന്താണത്? അന്നഹും മഹ്സൂമൂന ഫീ ഹാദിഹിൽ ഖറ, ഈ തവണ മുസ്ലിമീങ്ങൾ ഈ താർത്താരികളുമായിട്ടുള്ള യുദ്ധത്തിൽ വിജയിക്കും. വഅന്ന അൻ-നസ്റ ലി ജുയൂഷിൽ മുസ്ലിമീൻ, വിജയങ്ങൾ മുസ്ലിമീങ്ങൾക്കായിരിക്കുമെന്ന് ലൗഹുൽ മഹ്ഫൂദിൽ എഴുതിയിട്ടുണ്ട് എന്ന് ഇബ്നു തീമിയ പറഞ്ഞത് ഇബ്നുൽ ഖയ്യിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. 3 കാര്യമാണ് അവിടെ പറയാനുള്ളത്. 1, ഇബ്നു തീമിയക്ക് വൈബിയായ കാര്യം അറിയുമോ ഇല്ലയോ? അതിന് മറുപടി പറയണം. ഇബ്നു തീമിയക്ക് വൈബിയായ കാര്യം അറിയുമോ ഇല്ലയോ? 2, അല്ലെങ്കിൽ ഇബ്നു തീമിയ കളവ് പറഞ്ഞു എന്ന് പറയേണ്ടി വരും. 2, അല്ലെങ്കിൽ 3-മത്തത് മറഞ്ഞ കാര്യം അറിയുന്ന ഒരാള് ഇബ്നു തീമിയക്ക് പറഞ്ഞു കൊടുത്തു എന്ന് പറയേണ്ടി വരും. എന്തായാലും ഈ മത്തം വള്ളിയിലുള്ള നിങ്ങൾ കായ കഴിച്ചിലാവൂല. മുൻഗാമികളായ മഹാരഥന്മാരായ ആളുകൾ ഈ വിഷയത്തിൽ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷെ ഇതൊന്നും അംഗീകരിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾ അംഗീകരിക്കാത്തത് ഹദീസുകളെ ഉൾക്കൊള്ളാത്തത് കൊണ്ടും സ്വഹാബത്തിനെ അംഗീകരിക്കാത്തത് കൊണ്ടും നബി തങ്ങളെ പൂർണ്ണമായിട്ട് ഇത്തിബാഅ് ചെയ്യാത്തത് കൊണ്ടുമാണ്. ആ നേരത്തെ ഇവിടെ നടന്ന പ്രസംഗങ്ങളെ ഓർമ്മപ്പെടുത്തി. ഇവിടെ വേങ്ങരയിൽ നടന്ന ഉസൈൽ സലഫിയുടെ പ്രസംഗത്തിന് മുമ്പ് പ്രസംഗം നടത്തിയ ഫൈസൽ മൗലവി ആ കാര്യം പറഞ്ഞിട്ടുണ്ട്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇതിൽ ഫിത്നന്റെ കാലാണ്, ഹദീസും സ്വഹീഹായ ഹദീസുകളും ഖുർആന്റെ ആയത്തുകളൊന്നും ഇപ്പോൾ ആൾക്കാർ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളതാണ് മൂപ്പര പരാതി. അത് അദ്ദേഹം ഒന്ന് പറയട്ടെ, എന്നിട്ട് എനിക്കൊന്ന് പറയാനുണ്ട്. വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പരിചയപ്പെടുത്തിയ ആശയത്തെ സ്വീകരിച്ചാൽ അവൻ അന്ധവിശ്വാസിയാണ് എന്ന് വിമർശിക്കുന്ന, അത് അന്ധവിശ്വാസമായി പരിചയപ്പെടുത്തുന്ന ഖുർആനിൽ പറഞ്ഞാലും ഹദീസിൽ വന്നാലും സ്വീകരിക്കില്ല എന്ന് ദാർഢ്യത്തോടെ ധിക്കാരത്തോടെ അതിനെതിരെ സംസാരിക്കുന്ന, അത് സ്വീകരിക്കുന്നവനെ അന്ധവിശ്വാസിയായി ശിർക്കിന്റെ പ്രചാരകരായി പോലും മുദ്ര കുത്തുന്ന ഫിത്നകൾക്കിടയിലാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അദ്ദേഹം പറഞ്ഞത് വളരെ സത്യമാണ്. ഖുർആൻ പറയുന്ന, ഹദീസ് പറയുന്ന, ഇജ്മാ പറയുന്ന, ഖിയാസ് പറയുന്ന, മഹാരഥന്മാര് രേഖപ്പെടുത്തിയ രേഖകൾ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി രേഖപ്പെടുത്തി പറയുന്നവരെ ബിദ്അത്തുകാരാക്കിയും മുശ്രിക്കീകളാക്കിയും കുഫറിന്റെ ആളുകളാക്കിയും ഒക്കെ മുദ്ര കുത്തുന്ന ഒരു കാലാണ് എന്നാണ് പറയുന്നത്. ഇനി ബാക്കി അദ്ദേഹം കുറഞ്ഞ വാക്കുകൊണ്ട് ഒരുപാട് അബദ്ധങ്ങൾ പറയുന്നുണ്ട്. എന്തൊക്കെ അദ്ദേഹം പറയുന്നത്? സുന്നികൾ ഭ്രാന്തന്മാരെയാണ് ഔലിയാക്കന്മാരാകുന്നത്, ഭ്രാന്തന്മാരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് സമസ്തയുടെ വിശ്വാസം. 500-ൽ പരം കാളിമാർ സ്വന്തം അവരോധിതരായവരാണ്. മുസ്ലിങ്ങളുടെ മൊത്തം അവകാശമാണ് സമസ്തക്കാർ അവകാശപ്പെടുന്നത്. 10,000-കണക്കിന് മദ്രസകൾ ഉണ്ട് എന്ന് സമസ്ത അവകാശപ്പെടുന്നു. ഒറ്റ ശ്വാസത്തിൽ എത്ര നുണയാണ് ഇയാൾ പറഞ്ഞാൽ നിങ്ങൾ പറയട്ടെ, ഓരോന്നും ഞാൻ ശറഹ് ചെയ്ത.
ഭ്രാന്തന്മാരും അല്ലാത്തവരും പോലും ഔലിയാക്കളായി മാറുന്ന ഭ്രാന്തന്മാരും അല്ലാത്തവരും ഔലിയാക്കന്മാരായി മാറുന്നു. ആരാണ് ഇവിടെ ഭ്രാന്തന്മാർ ഔലിയാക്കന്മാരാക്കിയത്? അതിനാദ്യം ഔലിയാക്കന്മാരാരാണെന്ന് മനസ്സിലാക്കണം. ഔലിയാക്കന്മാർക്കുള്ള സ്ഥാനങ്ങൾ മനസ്സിലാക്കണം. ഔലിയാക്കന്മാർക്കുള്ള മർത്തബകൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കിയേ തീരും. നിങ്ങൾ പനക്കും കൗങ്ങിനും തെങ്ങിനൊക്കെ ഒരൊറ്റ തളപ്പാണ് നിങ്ങൾക്ക്. അതാ നിങ്ങൾക്കുള്ള തകരാറ്. കൗങ്ങിന് ചെറിയ തളപ്പ്, പനക്കാകുമ്പോ വലിയ തളപ്പ്, തെങ്ങിനാകുമ്പോ രണ്ടിന് ഇടക്കുള്ള തളപ്പ്. എന്നാലേ മട്ടം പോലെ കയറാൻ പറ്റുള്ളൂ. നിങ്ങൾ സാധാരണക്കാരി ഒരു കണ്ണുകൊണ്ട്, ഔലിയാക്കന്മാര് ഒരു കണ്ണുകൊണ്ട്, അമ്പിയാക്കന്മാര് ഒരു കണ്ണുകൊണ്ട്, മുത്തുനബിന് ഒരു കണ്ണുകൊണ്ട് നടക്കൂല. അങ്ങനെ ഓരോരുത്തരും കാണേണ്ട രൂപമുണ്ട്. ആ രൂപത്തിൽ കണ്ടാൽ പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരമാകും. ഔലിയാക്കളായി മാറുന്ന, ലോകം നിയന്ത്രിക്കുന്നത് പോലും ഒരു ഭ്രാന്തനായി ജീവിച്ചു പോയ കോഴിക്കോട്ടുകാരനായ ഒരു മനുഷ്യനാണ് എന്ന് വലിയ വലിയ ഉസ്താദുമാണെന്ന് പറയുന്നവർ വിളിച്ചു പറയുന്ന, അങ്ങനെ ഞങ്ങളാരും വിളിച്ചു പറഞ്ഞിട്ടില്ല. ഭ്രാന്തനായ കോഴിക്കോട്ടുകാരനായ ഒരാളാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്ന് സമസ്തയുടെ ഉത്തരവാദപ്പെട്ട ഒരാളുകളും പറഞ്ഞിട്ടില്ല. അങ്ങനെ ആരെങ്കിലും പറഞ്ഞു നടക്കുന്നുണ്ടെങ്കിൽ അത് അവരുടെ അക്കൗണ്ടിലേക്ക് വരുവച്ചാ മതി. കാർഡടച്ച് വെടിവെക്കണ്ട. ഞങ്ങൾക്ക് അങ്ങനത്തെ വിശ്വാസമില്ല. അങ്ങനത്തെ വിശ്വാസം പാടില്ലെന്ന് ജനങ്ങളെ പഠിപ്പിച്ചോലാ ഞങ്ങള്. അതാ ഞാൻ 2ാം ക്ലാസ്സിൽ 3ാം ക്ലാസ്സിൽ പുസ്തകങ്ങൾ വായിച്ചത്. എല്ലാം കാണുന്നവൻ, എല്ലാം കേൾക്കുന്നവൻ, എല്ലാം നിയന്ത്രിക്കുന്നവൻ അല്ലാഹു ആണെന്ന് 1ാം ക്ലാസ്സിലെ കുട്ടികൾക്ക് ഞങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനത്തെ ഞങ്ങളോടാണോ നിങ്ങൾ ഈ തോന്നിയാസം പറയണത്? അങ്ങനത്തെ വിശ്വാസക്കാരുണ്ടാകും. ഓലിവിടെ പരിപാടി വെച്ചില്ലേ, എന്താ നിങ്ങൾ ഓലെ പറ്റിയൊന്നും മിണ്ടാഞ്ഞത്? എന്താ നിങ്ങൾ ഓലെ പറ്റി മിണ്ടാതെ പോയത്? ഇതൊരു അഡ്ജസ്റ്റ്മെന്റ് ആണോ എന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനത്തെ വിശ്വാസക്കാരുണ്ടെങ്കിൽ അവരോട് പറയാ, സമസ്തന്റെ അക്കൗണ്ടിൽ നിങ്ങൾ അത് വരവ് വെക്കേണ്ടതില്ല. ബാക്കി കൊല്ലങ്ങൾ കിതാബോധുകയും പള്ളി മെമ്പറുകളിൽ ഖതീബായി നിൽക്കുകയും 100, 200, 300, 500 മഹല്ലുകളുടെ കാദിമാരായി സ്വയം അവരോധിതമാവുകയും 500ഓളം കാദികളിൽ മഹല്ലുകളിൽ സ്വയം കാദിമാരായി അവരോധിതരായി. നിങ്ങളെ കാദിയാക്കാത്തതിന് കുയിന്ത് തട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? വല്ല കാര്യമുണ്ടോ? കണ്ണില് കുറുമ്പ് കാടിയതിന് മൂക്ക് കൂടെ ഊതിയിട്ട് എന്താ കാര്യം? അതുകൊണ്ട് കാര്യമില്ല. നിങ്ങളെ കാലിയാക്കാത്തതിന് കുയിന്ത് കാട്ടണോ? സമസ്തയുടെ ആലിമീങ്ങളെ, പാണക്കാട് സാദാത്യങ്ങളെ, ഞങ്ങൾ ആദരിക്കുന്നവരെ, ഞങ്ങൾ ബഹുമാനിക്കുന്നവരെ, അവർ ഉദ്ദേശിക്കുന്ന മഹല്ലുകളിൽ അഹ്ലുൽ ഹല്ല് വൽ അഖ്ദാണ് കാലിയാക്കുന്നത്. സ്വയം അവരോധിതരായതൊന്നുമല്ല. അങ്ങനെ നിങ്ങളെ കാടടിച്ച് ഓടിയൊക്കൊന്നും വേണ്ട. ബാക്കി നിക്കാഹുകൾക്ക് കാർമ്മികത്വം വഹിക്കുകയും മുസ്ലിമീങ്ങളെ മൊത്തം നേതൃത്വം ഞങ്ങൾക്കാണ് അവകാശപ്പെടുകയും 10,000-കണക്കായ മദ്രസകളും ലക്ഷക്കണക്കായ വിദ്യാർത്ഥികളും ഞങ്ങളുടെ കയ്യിൽ ഉണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്യുന്ന, അതൊന്നും അവകാശമല്ല. 1ാം നമ്പർ മുതലാണ്ട് ഇട്ടിട്ട് 10,956 മദ്രസ ഉണ്ട്. ഇന്നത്തെ കണക്കാണ് ഞാൻ പറയണത്. ഞാൻ ഇന്ന് ഓഫീസിലേക്ക്, സമസ്തയുടെ ഓഫീസിലേക്ക് വിളിച്ചു ചോദിച്ചു, ഇന്നത്തോടുകൂടെ സമസ്തക്ക് എത്ര മദ്രസായി? ഇയാൾ പറയാണ് 10,000-ഓളം മദ്രസ ഉണ്ട് എന്നത് നിങ്ങൾ അവകാശവാദാണ് എന്ന്. നമ്പർ 1 അങ്ങോട്ട് ഇട്ടിട്ട് ഇതിങ്ങനെ ലോഡ്ജിന് നമ്പർ ഇട്ടതല്ല. നമ്പർ 1 തുടങ്ങിയിട്ട് 10,956 മദ്രസ ഒന്നുണ്ട്. അത് നാട്ടുകാർ അംഗീകരിച്ചതാണ്. മദ്രസ ഉണ്ടാക്കിയിട്ട് സമസ്തന്റെ ഓഫീസിലേക്ക് അപേക്ഷ അങ്ങോട്ട് കൊടുത്തതാണ്. ഞങ്ങൾ മദ്രസ ഇസ്ലാമിക വിദ്യാഭ്യാസ ബോർഡിന്റെ സിലബസ് അംഗീകരിക്കണമെന്ന്. അതല്ലാതെ പിന്നെ അമ്മി കൊത്താനുണ്ടോ എന്ന് ചോദിക്കണമാര് മദ്രസ അംഗീകരിക്കാനുണ്ടോ എന്ന് സമസ്തന്റെ ഉസ്താദുമാർ ഇങ്ങനെ അങ്ങാടി കൂടെ അനൗൺസ്മെന്റ് ചെയ്ത് നടന്നതല്ല. നിങ്ങൾ അംഗീകരിക്കാത്തേനും നിങ്ങളെ ആളുകളെ സ്വീകരിക്കാത്തേനും കുയിന്ത് കാട്ടിയിട്ട് കാര്യമുണ്ടോ? പെരുണോള് തിന്നണത് കണ്ടിട്ട് മച്ചി കലോടിച്ചിട്ട് കാര്യമില്ല. പെറാൻ വല്ല മാർഗം ഉണ്ടോ നോക്കണം. അതാ ചെയ്യണ്ടേ. അതോ നിങ്ങൾക്കും കിട്ടും ഉള്ളിച്ചോറ്. ആദ്യം പെറണം. പെട്രോൾ തിന്നണം ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ കുയിന്ത് കാട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? അതിങ്ങനെ പിന്നെ അവകാശവാദമാണ്. ഞാൻ അതിലേക്കൊന്നും കൂടുതൽ കടക്കുന്നില്ല. നിങ്ങൾ സംസാരിച്ചതനുസരിച്ച്, നിങ്ങളുടെ പിന്നെ സംസാരത്തിന്റെ ലൈൻ അനുസരിച്ച് ഞാൻ ആ ഭാഗത്തിലേക്ക് കൂടുതലൊന്നും ആ നിലക്ക് ഞാൻ സംസാരിക്കുന്നില്ല. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുകയാണ്. പിന്നെ അദ്ദേഹം ഒരു കാര്യം കൂടി പറയട്ടെ. അത് തലപ്പത്തിരിക്കുന്ന ആളുകൾ അവരാണ് പറയുന്നത് ലോകം നിയന്ത്രിക്കുന്നത് CM മടവൂരാണ്. പച്ചനുണയാണ്. സമസ്തന്റെ തലപ്പത്തിരിക്കുന്നവരെ പറയുന്നത് CM മടവൂരാണ് ലോകം നിയന്ത്രിക്കുന്നത് എന്നാണ് ഇയാൾ പറയണത്. അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇത് പറയുകയുമില്ല. അങ്ങനെ സമസ്തയോട് ബന്ധപ്പെട്ട ഒരാൾക്കും അങ്ങനത്തെ വിശ്വാസമില്ല. സമസ്തയുടെ മേൽ നിങ്ങൾ പച്ചക്കളവ് വെച്ച് കെട്ടിയതാണ്. അങ്ങനത്തെ വിശ്വാസമുള്ള ആളുകൾ ഉണ്ടാകുന്നു. അങ്ങനെ ഉണ്ടാകും. ഓരോട് പോയി പറയും, നിങ്ങൾ എല്ലാം സമസ്തനെ പിന്നെ അക്കൗണ്ടിൽ വരവെക്കല്ലേ. അപ്പൊ സത്യത്തിലുണ്ടാകുന്ന പ്രശ്നം എന്താന്ന് വെച്ചാല് ആയത്തുകൾ അംഗീകരിക്കാത്തതും ഹദീസുകൾ അംഗീകരിക്കാത്തതുമാണ് പ്രശ്നങ്ങളുടെ കാരണം എന്നാണ് ഫൈസൽ മൗലവി പറഞ്ഞത്. അത് തന്നെയാണ് സക്കരിയ സ്വലാഹിന്റെ അഭിപ്രായം.
ഇനി ഇവിടെ അദ്ദേഹം ഒരു കാഫിറാക്കൽ നാടകം നടത്തിയിട്ടുണ്ട്. ഞാൻ ആ ഭാഗത്തുനിന്ന് കടക്കാതെ സക്കരിയ സ്വലാഹിന്റെ ഈ സംസാരം നിങ്ങൾ കേൾക്കി. ഡോക്ടറും എഞ്ചിനീയറൊക്കെ മുട്ടുകാലിന്റെ തൊട്ട് താഴെ നിൽക്കുന്ന ബർമൂട ഇട്ടിട്ട് അങ്ങാടി കൂടി ഇങ്ങനെ നടക്കുക. ഒരു പ്രശ്നമല്ല, അത് ഇംഗ്ലീഷുകാരൻ കൊണ്ടുവന്നതാ. അള്ളാന്റെ റസൂല് നിസ്ബുസാഖ് വരെ എന്ന് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അത് അതിരികവിച്ചിലായി. നമ്മളെ മുഹമ്മദ് റസൂൽ എന്ന ഷഹാദത്ത് രണ്ടാമത് ചെല്ലേണ്ട ജാതി നിഷേധത്തിലേക്ക് നമ്മൾ ആളുകൾ. രണ്ടാമതല്ല, രാവിലെ മുതൽ വൈകുന്നേരം വരെ, രാവിലെ വരെ ഗുളി കുടിച്ചാൽ ചെല്ലേണ്ടി വരും. ഈ കോലത്തിലാണെങ്കിൽ സ്വന്തം അനുയായികളോടാണ് അദ്ദേഹം പറയണത്. സക്കരിയ സ്വലാഹി മരണപ്പെട്ടെങ്കിലും ഞാനിത് ഇടാൻ കാരണം എന്താ വെച്ചാൽ മരിച്ചുപോയ സമത്തിന്റെ ഒരുപാട് ആളുകളോട് ഒരു കുതിരാക്കിയിട്ടുണ്ട്. കെ വി ഉസ്താദിനെ, ശംസുൽ ഉലമാ തങ്ങളെ, അങ്ങനെ ഒരുപാട് മഹാരഥന്മാരായ ആളുകളെ. അപ്പോ ഈ നിലക്കുള്ള വിശ്വാസമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഷഹാദത്ത് കലിമ വീണ്ടും ചൊല്ലേണ്ടി വരുന്നതാണ് സക്കരിയ സ്വലാഹി പറയുന്നത്. ബാക്കി പച്ചയായ ഹദീസ് കാണിച്ചു കൊടുത്താൽ പോലും ഒരൊറ്റ തള്ളല. സാധാരണക്കാര് മാത്രമല്ല മൗലവിമാരും തള്ളും. ആ മൗലവിമാര് ഹദീസ് തള്ളിയതുകൊണ്ടാണ് ഈ കോലത്തിലായത്. സ്വഹീഹായ ഹദീസ് അംഗീകരിക്കുന്നുവെങ്കിൽ, മുത്ത് റസൂലുള്ളാഹിന്റെ ഇത്തിബാ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ കൊയമാന്ത്രത്തിലൊന്നും നിങ്ങൾ കൊടുക്കുമായിരുന്നില്ല. ഹദീസ് തള്ളുക, അവനാന്റെ സൗകര്യത്തിന് പറ്റിയ ഹദീസ് ഉണ്ടെങ്കിൽ മാത്രം സ്വീകരിക്കുക. പിന്നെ പിലാത്തറയിൽ വെച്ച് നടന്ന മുജാഹിദിന്റെ സമ്മേളനത്തോടനുബന്ധിച്ച് പുറത്തിറങ്ങിയ സുവനീറിൽ പരസ്യമായിട്ട് മലയാളത്തിൽ അതിന്റെ 207-ാമത്തെ പേജിൽ നിങ്ങൾ എഴുതി വെച്ചു. അന്ന് നിങ്ങൾ ഒന്നിച്ചു നിൽക്കണ കാലാണ്. എന്താ എഴുതി വെച്ചത്? സ്വഹാബത്തിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ തള്ളുന്നു എന്ന് നിങ്ങൾ എഴുതി വെച്ചു. അങ്ങനെ സ്വഹാബത്തിനെ തള്ളിയാൽ നിങ്ങളെ കൈകളിൽ കിട്ടിയ ദീന് പിന്നെ എവിടുന്ന് കിട്ടിയതാ? സ്വഹാബത്തല്ല ദീന് ഇവിടെ കൊണ്ടുവന്നത്. മൗലവിമാരോട് പറയാനാ ഇപ്പൊ പേടി. കാരണം സാധാരണക്കാർ അത്ര തള്ളൂല. അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞേ. ഒന്നൊന്ന് പേടിക്കണ്ടേനി എന്നുണ്ടോ? മറ്റേതെങ്കിലും ഒറ്റ തട്ട എന്റെ ബുദ്ധിക്ക് യോജിക്കൂല. ഇപ്പൊ ബുദ്ധിക്ക് അനുസരിച്ചൊക്കെ തള്ളലാണല്ലോ സലാസുല്ലമി പഠിപ്പിച്ചു വെച്ചിരിക്കണേ. ബുദ്ധിക്ക് യോജിക്കാത്ത ഹദീസൊക്കെ തള്ളുക, പുറംകാലുകൊണ്ട് തട്ടുക, അല്ലേ? സഹീഹായ ഹദീസ് റസൂൽ നേരിട്ട് വന്ന് പറഞ്ഞ് എനിക്കൊന്നും നിഷേധിക്കാൻ പറ്റൂല. അങ്ങനെ സ്വഹീഹായ ഒരൊറ്റ ഹദീസ് നിഷേധിക്കാൻ പറ്റൂല. അപ്പൊ അതിനെന്ത് ചെയ്യണം? സ്വഹീഹായ ഹദീസുകൾ അംഗീകരിക്കണം. നിങ്ങളുടെ നേതാക്കന്മാര് ആഫീസിൽ നിന്ന് തരുന്ന ലിസ്റ്റിലുള്ള ഹദീസുകൾ മാത്രം അംഗീകരിച്ചാൽ പോരാ. നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ പഠിക്കാനും നിഷ്പക്ഷ ബുദ്ധിയോടുകൂടെ ചിന്തിക്കാനും തയ്യാറാകണം. ഞാൻ ആ ഭാഗം അവസാനിപ്പിക്കുന്നു. പിന്നെ ഇവിടെ നടന്ന പ്രധാനപ്പെട്ട കാര്യങ്ങള്, കെ വി ഉസ്താദ് കാഫിറാണെന്ന് ശംസുലമ പറഞ്ഞു. അപ്പൊ കെ വി ഉസ്താദ് കാഫിറായി. ശംസുലമ കാഫിറാണെന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞു. അപ്പം ശംസുലമയും കാഫിറായി. ഉള്ളാൾ തങ്ങൾ കാഫിറാണെന്ന് മറ്റേ ആള് പറഞ്ഞു. അപ്പൊ ഉള്ളാൾ തങ്ങളും കാഫിറായി. ഇങ്ങനെ ഓരോരുത്തരെങ്ങനെ കാഫിറാക്കി ഇപ്പൊ സമസ്ത മുഴുവനും കാഫിരീങ്ങളാണ്. ഇവിടെ പ്രസംഗിച്ചതാണത്. ഒരാളുടെ മേലിൽ കുഫ്രാരോപിക്കാമോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ കലിമത്തു തൗഹീദ് വിശ്വസിച്ച് അത് പ്രചരിപ്പിക്കുന്ന മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് കാഫിർ എന്ന് പറയാൻ കഴിയുക? ഞാൻ ആ ചർച്ച അവസാനിപ്പിച്ചിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം. നിങ്ങൾ പരസ്പരം കാഫിറാക്കിയിട്ടില്ലേ? അല്ല, ഇവിടെ അടുത്ത് ബാലുശ്ശേരി പ്രസംഗിച്ചു. ബാലുശ്ശേരി എന്ന് പറഞ്ഞാൽ ഈ പിന്നെ ജിന്നു മുജാഹിദിന്റെ ആളാണ്. അദ്ദേഹം എന്താ പറഞ്ഞത്? KNM-കാർ ഇന്ന കാഫിറാക്കി. അവിടെ ഞാൻ നെട്ടിപ്പോയി നാ മൂപ്പര് പറഞ്ഞു. ആ നെട്ടലെന്ന് കേട്ടോളി. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം പ്രിയപ്പെട്ടവർ എനിക്ക് 2 ഞെട്ടലുകൾ ഉണ്ടായി. 2 ഞെട്ടലിട്ടോ? കഴിഞ്ഞ ആഴ്ച മുമ്പ് 2 വട്ടം ഞെട്ടി. ഏതൊക്കെയാണ് 2 വട്ടം ഞെട്ടല് കേട്ടോളി? എന്റെ ഫോണിൽ കിടക്കണ്ട ആ വോയിസ്. ഞാൻ പലതവണ സലാം പറഞ്ഞിട്ട് ഈ KNM-മാരെ സലാം അടക്കണില്ല. ഞങ്ങളിപ്പോ തെത്താ കാട്ടണു. KNM-മാരോട് ഇയാള് പോയി സലാം പറഞ്ഞിട്ട് KNM-മാർ സലാം അടക്കണില്ല. KNM-ന് പുതിയൊരു വ്യാഖ്യാനം. ഇന്നലത്തെ ഇയാളെ പ്രസംഗം ഞാൻ കേട്ടു. KNM എന്ന് പറഞ്ഞാൽ കേരള നുണയൻ മുജാഹിദ്. ഇന്നലെ ഇയാളൊരു പ്രസംഗത്തിൽ ഒരു നിർവചനം പറഞ്ഞിട്ടുണ്ട്. ആയിക്കോട്ടെ. അപ്പൊ KNM-മാർ ഇയാള് സലാം പറഞ്ഞിട്ട് മടക്കണില്ല. എന്താ കാരണം എന്ന് അറിയങ്ങൾ അത് ഇയാൾ തന്നെ പറയട്ടെ. സലാം മടക്കാതിരുന്നപ്പോ അവൻ എനിക്കൊരു വോയിസ് അയച്ചു. ആ വോയിസ് എന്താ പറയുന്നത്? ഞാൻ അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്, അതുകൊണ്ടാണ് സലാം മടക്കാത്തത്. അങ്ങനെ തന്നെ നിങ്ങൾ അബൂജഹലിനേക്കാളും തരം താഴ്ന്ന ആളാണെന്ന് KNM-കാരൻ ഈ പിന്നെന്താ പറയാ ജിന്നൂരി മുജാഹിദിനോട് പറഞ്ഞു. എന്നിട്ടോ KNM-കാരനാട്ടോ പറയണ്. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് ആ പണില്ല. ഞങ്ങൾ അതിന് ഒരാളെ നരകത്തിലാണ് അത് മുശ്രിക്കാണ് ഞങ്ങൾ പറയലില്ല. നിങ്ങളാണ് നാഴികക്ക് 40 വട്ടം അത് പറയാറുള്ളത്. ഞങ്ങളത് പറയലില്ല. ഞങ്ങളെ പണി അതല്ലേ. അങ്ങോട്ട് വേറെ പണിയുണ്ട്. നിങ്ങളെ പണിയല്ല ഇങ്ങനെ നരകത്തേക്കാക്കണ മുശ്രിക്കാക്കണ പണി. നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഞാൻ ആരാണ്? അബൂജഹലിനെ പോലെ മുശ്രിക്കാണ്. ആയിക്കോട്ടെ, നിങ്ങൾ അല്ല നിങ്ങളാണ് തെളിയിച്ചു കൊടുത്താളി. എന്നാ പ്രശ്നം തീരൂലേ?
ഇവിടുത്തെ അമ്പലത്തിന്റെ ഉള്ളിൽ കയറി ചെന്നിട്ട് ആ പാവപ്പെട്ട ജനങ്ങളെ പച്ച തൗഹീദിലേക്ക് ക്ഷണിച്ച എന്റെ മുഖത്ത് നോക്കി. അത് പച്ച നോണേട്ടോ. ഒരു സ്ഥലത്തും അമ്പലത്ത് പോയിട്ട് ഇയാൾ തൗഹീദ് പറഞ്ഞിട്ട് അവിടെ രാമായണം പാടിപ്പോയല്ലോ, അത് വേറെ കാര്യം. അമ്പലത്തിൽ പോയാണ് നിങ്ങളൊക്കെ തൗഹീദിലേക്ക് വരികയാണ്, ഒരൊറ്റ പറയുള്ളൂ. പിന്നെ ഫാൻ തിരണിയാ കാണുക. ആ കാച്ചാണ്ട് വീട് തന്നെയാണ്. അപ്പൊ അദ്ദേഹത്തെ KNMക്കാര് മുശ്രിക്കേന്ന് വിളിച്ചു. അപ്പൊ മൂപ്പരാണ് നെട്ടീന്ന. ഇനി അടുത്ത വേറെ ആൾ നെട്ടിയിട്ടുണ്ട്, സക്കരിയ സ്വലാഹി. അയാൾ പറയാണ് ഇന്നെ പുറത്താക്കിക്കണ്. എന്തേ? ഞാൻ മുശ്രിക്കാണോലോ. പറയട്ടെ, ഈ KNMകാരൻ പറയാണ്. മോനെ സമയം അടുത്ത സമയം. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? ഒന്നും ഉണ്ടായില്ല, ആകെ പിടുത്തം വിട്ട്. എന്തുണ്ടായിന്നോ? ആലോചിച്ച് നോക്കൂ, ഇപ്പൊ എന്താ ഉണ്ടായത്? എന്നെ പുറത്താക്കിയത് എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ പുറത്താക്കിയവരെ ഒത്തുക്കൂലല്ലോ, ഉറപ്പന്നല്ലേ. എന്നെ പുറത്താക്കിയാണ് ഞാൻ പുറത്ത് നിന്നോളാം. ദത്താപ്പ് പുറത്താക്കിയ പിന്നെ പുറത്ത് തന്നെ നിൽക്കേണ്ടി. നിങ്ങൾ ഒത്തുക്കണ്ട, നിങ്ങളെ പുറത്ത് തന്നെ നിന്നാളി. എന്റെ പുറത്താകാൻ കാരണം അവർ ശിർക്കാരോപിച്ച് പുറത്താക്കി. വല്ലാത്ത ജാതി. മൂപ്പരെ ശിർക്കാരോപിച്ച് മൂപ്പര് മുശ്രിക്കാണ് പറഞ്ഞ് പുറത്താക്കി. സഹിക്കാൻ കഴിയാത്ത കാര്യം. കുറച്ചുകൂടി പുറത്ത് പറ്റേ. എന്റെ സംസാരത്തിന്റെ ക്ലിയർ ഇല്ലാതെ പോയി. കുറച്ചുകൂടി പുറത്ത് പറ്റേ. എനിക്ക് പ്രശ്നമില്ല, ഞാൻ പുറത്ത് നിൽക്കാൻ റെഡിയാണ്. പക്ഷേ ശിർക്കാരോപിച്ച് പുറത്താക്കി, അതാണ് സഹിക്കാൻ കഴിയാത്ത. അത് ഞങ്ങൾക്കും സഹിക്കാൻ കഴിയൂലെന്ന്. നിങ്ങളെ മുശ്രിക്കാക്കിയപ്പോ നിങ്ങൾക്കെതിരെ ശിർക്കാരോപിച്ച് നിങ്ങൾ കാഫിറാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് വേദന ആയില്ലേ? അതുപോലെ ഞങ്ങൾക്കും വേദന. ഈ വേദന എന്ന് പറഞ്ഞാൽ വാർഡ് അടിസ്ഥാനത്തിലും ബ്ലോക്ക് അടിസ്ഥാനത്തിലുള്ള സംഗതിയൊന്നുമല്ല. അത് എല്ലാവർക്കും വേദനാവും. നിങ്ങളുടെ നേതാവായ ചുഴലി അബ്ദുള്ള മൗലവി പരസ്യമായിട്ട് പറഞ്ഞില്ലേ, ഓരോരോ സനത് എടുത്ത് എണ്ണിയിട്ട് ആ സനതുള്ളവരൊക്കെ മുശ്രിക്കുകളാണ്, കുത്തുബിയെ തോന്നുന്നവർ മൗലൂദ് തോന്നുന്നു മുശ്രിക്കാന്ന് പറഞ്ഞില്ലേ. അപ്പൊ ഞങ്ങൾക്കൊക്കെ എത്ര വേദന ആയിട്ടുണ്ട് കാര്യങ്ങള്. അപ്പൊ അവനാന് വേദന ആകുമ്പോഴേ വേദനന്റെ വലുപ്പത്തിലെന്ന് അറിയുള്ളൂ. എന്നിട്ട് കഴിഞ്ഞ 30 കൊല്ലമായി ഈ പ്രബോധന രംഗത്ത് ഇടതടവില്ലാതെ നിൽക്കുന്ന കണ്ണല പ്രസംഗങ്ങളും വാദപ്രതിവാദങ്ങളും ലേഖനങ്ങളും ഒക്കെയായി പുസ്തകങ്ങളുമായി എന്നാൽ കഴിയുന്ന തൗഹീദി രംഗത്തെ സേവനങ്ങളൊക്കെ ചെയ്യുന്ന എന്നെ ശിർക്കാരോപിച്ച് പുറത്താക്കി. അപ്പൊ അതാണ് മൂപ്പർക്ക്. അപ്പൊ സക്കരിയ സ്വലാഹി മുശ്രിക്കാണെന്ന് മറുവിഭാഗം, അതുപോലെ തന്നെ ബാലുശ്ശേരി മുശ്രിക്കാണെന്ന് KNM. ഇതിൽ ആരാ ബാക്കിയുള്ളത് നിങ്ങളൊന്ന് പറയണം. ഇനി അടുത്ത മൗലവി വരട്ടെ. അദ്ദേഹം പറയുന്ന എന്താ, നിങ്ങൾ മുജാഹിദിന്റെ മൊത്തത്തിലുള്ള സ്വഭാവം എല്ലാവരും മുശ്രിക്കാക്കണ പണിയാണ് എന്നാണ് അദ്ദേഹം പറയണേ. ഞാൻ ആ ഭാഗം കൂടി പറഞ്ഞ് വേഗത്തിൽ പറഞ്ഞു പോകണം. വേഗം പറ്റേ. ആരോപണം ബഹുമാന്യനായ അബ്ദുസലാം സുല്ലമി പറഞ്ഞെന്ന് പറയും, ശിർക്ക് ഒരാൾ സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി. എങ്ങനെ സിഹിർ ഒരാൾക്ക് ബാധിക്കും, സിഹിർ കൊണ്ട് പിന്നെ സ്വാധീനമുണ്ട്, അത് ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കായി. ഇപ്പൊ ഏറ്റവും ചെറിയ പണി ആൾക്കാർക്ക് മുശ്രിക്കാക്കുക എന്നുള്ളത്. അതാണ് ഇപ്പൊ നിങ്ങളെ പണി. ഏറ്റവും ചെറിയ പണി ഇങ്ങനെ മൈക്ക് കെട്ടി നടക്കുക. അയാള് മുശ്രിക്ക്, ഇയാള് മുശ്രിക്ക്, മറ്റാള് മുശ്രിക്കിനെ മുശ്രിക്കാക്കണ പണിയാണ് ഇപ്പൊ നടക്കുന്നത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. ഇതുവഴി എന്താ വരിക? ലോകത്ത് ഇന്ന് വരെ കഴിഞ്ഞു പോയ അബ്ദുസലാം സുല്ലമി അല്ലെ അതിന് അടുക്കുള്ള കുറച്ച് ആൾക്കാർ വരെ ഉള്ളവരൊക്കെ മുശ്രിക്കുകളാണ്. ഇമാം ബുഖാരി മുശ്രിക്കായില്ലപ്പോ കാരണം സിഹിർ ബാധിക്കുന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഇമാം ബുഖാരി തങ്ങൾ സിഹിർ ബാധിക്കുമെന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ ഇമാം ബുഖാരി മുശ്രിക്കായി. ഇനി ഇതിൽ ആരാ ബാക്കിയുള്ളത് നിങ്ങൾ കണക്കൂട്ടണോ? ഇവര് 4 ആൾക്കാർ മാത്രം സ്വർഗത്തിൽ. നിങ്ങൾക്ക് പേടിയാവൂലേ? സ്വർഗം തന്നെ നിങ്ങൾ എന്താ വിചാരിച്ചത്? ഇങ്ങനെ KNMന്റെ വിസ്ഡത്തിന്റെ ഓഫീസിന്റെ മാതിരി ഒരു റൂമാന്നിട്ട് കരുതി ഞങ്ങള്. സ്വർഗം എന്ന് പറഞ്ഞാൽ അത് വിശാലാണ് അല്ലേ? സ്വർഗം എന്ന് പറഞ്ഞാൽ ആകാശഭൂമികളെക്കാൾ വിശാലത ഉണ്ട് എന്നാ. എല്ലാരെയാണ് മുശ്രിക്കാക്കി. നിങ്ങൾ 4 ആളെ സ്വർഗത്ത് അന്തിക്ക് കടന്നുറങ്ങാൻ പേടിയാവും. പോത്താമ്പിനെ കണ്ട് പേടിയാവും. അതുകൊണ്ട് എല്ലാരും സ്വർഗത്ത് കാക്കാൻ വല്ല മാർഗം ഉണ്ടോ നോക്കിക്കോളി. ഇമാം മുസ്ലിം മുശ്രിക്കായോ? അഹ്മദ് ബിൻ ഹംബൽ മുശ്രിക്കായോ? ഈ മുശ്രിക്കാക്കുക എന്നുള്ളത് ഒരു പ്രശ്നമില്ലാത്ത വല്ലാത്തൊരു പരീക്ഷണ കാലഘട്ടത്തിൽ നമ്മൾ. അതാണ് ഇവിടെ ഉണ്ടായത്. സമസ്തയുടെ ഓരോരോ ആലിമീങ്ങളെ എണ്ണിയിട്ട് മുശ്രിക്കാണെന്ന് പറഞ്ഞ ഹുസൈൻ സലഫി ഒന്ന് ഇരുന്ന് ആലോചിക്കണം, എന്ത് പണിയാണ് ഈ ചെയ്തിട്ടുള്ളത് എന്ന്. ആളുകളെ മുശ്രിക്കാക്കുന്ന നരകത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന പണിയാണോ നമ്മൾ ചെയ്യേണ്ടത്? നടന്നു പോകാൻ പേടി, നടന്നു പോണ കണ്ടാവും മുശ്രിക്കാണോ അല്ലേ എന്നപ്പോ ആൾക്കാർ ചിന്തിക്കുന്നത്. കണ്ടങ്ങള് അനങ്ങിയ മുശ്രിക്ക്. സിഹിർ ബാധിക്കുന്നു വിശ്വസിച്ചാൽ തന്നെ മുശ്രിക്കാവുന്ന അബ്ദുസലാം സുല്ലമി എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കണം. ഇനി നോക്ക്, ഈ വിശുദ്ധ ഖുർആൻ ഈ പറഞ്ഞത്, അതേസമയം റസൂൽ സിഹിർ ബാധിച്ചു എന്ന് പറയുന്നതും
അപ്പൊ ചുരുക്കത്തിൽ ഈ രൂപത്തിൽ മുഴുവൻ ആളുകളെയും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന വിശുദ്ധമായ കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്ന മുഴുവൻ ആളുകളെയും നിസ്സാര കാര്യത്തിന്റെ പേരിലോ സംഘടനാപരമായ വൈരുദ്ധ്യത്തിന്റെ പേരിലോ ഭൗതികമായ താല്പര്യത്തിന് വേണ്ടിയോ ശിർക്കാരോപണം നടത്തി ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന കലിമത്തു തൗഹീദ് വിശ്വസിക്കുന്നവരെ ഈ രൂപത്തിൽ അടച്ചാക്ഷേപിക്കുന്നത് മഹാ അബദ്ധമാണ്. അതുകൊണ്ട് തങ്ങൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങൾ, തങ്ങൾ വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രങ്ങൾ അത് ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കുക. മറ്റുള്ളവരെ പരിഹസിക്കുന്നതും മറ്റുള്ളവരെ കളിയാക്കുന്നതും ദഅവത്തിന്റെ മാർഗത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് യോജിച്ചതല്ല. അതുകൊണ്ട് പരിശുദ്ധ ഖുർആനിനെ, ആ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെ, തിരുസുന്നത്തിനെ, അതിന്റെ വ്യാഖ്യാനങ്ങളെ കൃത്യമായി മനസ്സിലാക്കുക, മുസ്തഖീമായ വഴിയിൽ നിലകൊള്ളുക. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന മഹിതമായ ആദർശ പ്രസ്ഥാനം മാറ്റി പറയാത്ത, മാറ്റി തിരുത്താത്ത പത്തരമാറ്റിന്റെ ആദർശവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. 100ാം വാർഷികം ആഘോഷിക്കാനിരിക്കുന്ന സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്ക് കരുത്തു പകരുക. ബിദ്അത്തിനെതിരെയുള്ള സകലമാന പോരാട്ടങ്ങൾക്കും കരുത്തു പകരുക. സമസ്തയുടെ നേതാക്കന്മാർക്ക് കരുത്തു പകരുക. സുന്നത്ത് ജമാഅത്തിന്റെ സജീവ പ്രവർത്തകരാകുക. സർവശക്തനായ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.